Animated Live Tuition. Hello, 90 plus my tuition. Hi, hello, good evening all. Hello guys. All of you please turn on your cameras. I want to see your beautiful faces. Come on. Come on, my dears. Hi. Hello. Yes. Hi, hi, hi. Hi, dears. Okay, sir. They are messaging. Hi, hello, hi, hi. I can't see their names. Okay. Adya, Anil. Hi. Hi, who is Adya? Just give a hand raise. Who is Adya? Just give a hand raise. Sir, please attend this call. Adya. Can you hear me? My dears, can you hear me? Please give a head shake if yes. Yes, ma'am. If no, no, ma'am. Okay, my dears, how was your day? Come on, comment. My dears, please comment. How was your day? Sir, ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ലേ? എല്ലാവരും ഇങ്ങനെ എന്തോ കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. നോ റെസ്പോൺസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ല റെസ്പോൺസ് ഇല്ല. Hi dears, can you hear me? Yes, okay. Okay, നിങ്ങൾ എന്താ ഒരു ഫോട്ടോ സ്റ്റാറ്റ്സ് പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? ആരും ആകെ എനിക്ക് who is that sir? That short hair girl. അമ്മയെ മാത്രം യെസ് മാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തംസ് അപ്പ് തന്നു. ബാക്കി ആരും എനിക്ക് ഒന്നും ഒരു റിയാക്ഷൻ ഇടുന്നില്ല. അത് ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നിങ്ങൾ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. സോ നമ്മുടെ ക്ലാസ് ആക്ച്വലി ഇതൊരു റേഡിയോ ടൈപ്പ് ക്ലാസ് അല്ല. നമ്മുടെ 90+ ക്ലാസ്സസ്. എൻ്റെ അടുത്ത് ഇന്നലെ ദേവൻ സാർ ആയിരുന്നു ഇന്നലെ നിങ്ങൾക്ക് മാത്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? യെസ്, ദേവൻ സാർ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ദേവൻ സാറിനെ? ദേവൻ സാറിന്റെ മാത്സ് ക്ലാസ്സും ഇതൊക്കെ ഇഷ്ടമായോ? ഓക്കെ, ദേവൻ സാർ എന്നോട് പറഞ്ഞു യെസ് മാം, പ്രിയ മാം നല്ല ഇന്ററാക്റ്റീവ് സ്റ്റുഡൻസ് ആണ്, നല്ല സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ ഒരു എക്സ്പെക്ടേഷനിൽ ഞാൻ വന്ന് കയറിയിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് നോ മെസ്സേജസ്, നോ ഹെഡ് ഷേക്ക്, നത്തിങ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്ന കുട്ടികൾക്ക് കേൾക്കുന്നില്ലേ എന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് പ്രിയ യതീന്ദ്രൻ and I'm your biology teacher. നമുക്കറിയാം ബയോളജിയിൽ 2 കാറ്റഗറി ഉണ്ട്, ബോട്ടണി ആൻഡ് zoology. Okay, I'm taking zoology classes. Okay, ഞാൻ എടുക്കുന്ന zoology classes ആണ്. So ഈ ഒരു അക്കാഡമിക് ഇയർ ഞാനായിരിക്കും നിങ്ങളുടെ zoology ടീച്ചർ. Okay, 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 yes, okay ആണോ നിങ്ങൾ? If yes, give a thumbs up by reaction. Yeah, ഞാൻ ഇനി ആക്ഷൻ സോങ് ഒന്നും ഇവിടെ കളിക്കേണ്ടവരോ? യെസ്, ഇവിടെ കുറെ അധികം പേരുണ്ട്. ജസ്റ്റ് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, യെസ്, ദ ഫസ്റ്റ് വൺ സർ കോൾ ഹെർ നെയിം ആദ്യ. ഹായ് ആദ്യ. ഹായ് ആദ്യ. നല്ല വലിയ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആദ്യയുടെ ഭാഗത്ത് ഒരു റിയാക്ഷനും ഇല്ല. ഞാൻ വിചാരിച്ചു ഇനി ആദ്യയുടെ ഹെഡ്ഫോൺ അടിച്ചു പോയതാണോ, അത് ഇവിടുത്തെ സ്പീക്കർ അടിച്ചു പോയതാണോ, ഇവിടുത്തെ മൈക്ക് അടിച്ചു പോയതാണോ, എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, യെസ് ആദ്യ. Okay, Adya, where is your hometown? Hello. Adya, where is your hometown? Where are you from? Palakkad. Okay, പാലക്കാട് എന്നാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു ബയോളജി ടീച്ചർ ഉണ്ടായിരുന്നു. GCCയിൽ
ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ ആൻഡ് സ്റ്റിൽ നമ്മുടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഹെർ നെയിം ഈസ് ഷമ ഫ്രം പാലക്കാടാണ്. ഓക്കെ, യെസ്. എവിടെ പ്രോപ്പർ പ്ലേസ് എനിക്ക് അറിയില്ല. ഓക്കെ, ആദ്യം നമ്മുടെ ഇവിടെ 10th ഉണ്ടായതാണോ? നയൻത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സോ ആദ്യക്ക് 90+ എന്താണ് കാര്യങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ആദ്യക്ക് തന്നെ എല്ലാം അറിയാം. ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത് അല്ലേ? ഓക്കെ ആദ്യ. ഓക്കെ, യെസ്. സ്കൂള് നിങ്ങൾക്ക് എന്നാ സ്കൂൾ ഓപ്പണിംഗ് എന്നാ? ഓൾറെഡി ഓപ്പൺ എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യോ? 18th. ഓക്കെ, യെസ്. ഓക്കെ, യാ. അപ്പോ എല്ലാം സെറ്റായി. പുതിയൊരു ഇത് തെരഞ്ഞെടുത്തു. യെസ്, +2 ബയോളജി സയൻസ് തെരഞ്ഞെടുത്തു. ഇനി അങ്ങോട്ട് പുതിയൊരു ഇത് തുടങ്ങാൻ പോവാണ് അല്ലേ? ഓക്കെ, വളരെ ഭംഗിയായിട്ട് തുടങ്ങാൻ കഴിയട്ടെ ആദ്യ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് എ ബോയ്. ഓക്കെ, ഓക്കെ ആദ്യ. ഓക്കെ, ഹിസ് നെയിം Bibin. Bibin. Hi Bibin. Hi Bibin, you are from Erumeli. Okay, yes. Pathanamthitta. Kottayam. Sorry. ഞാൻ വെച്ച് പത്തനംതിട്ടയാണ്. ഓക്കെ, യെസ്. എനിക്ക് ബിബിൻ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ബിബിൻ എന്നാണ്. ഓക്കെ, യെസ്. എന്റെ കൂടെ വെച്ചിരിക്കുന്ന പേര് എന്റെ ഫാദറിന്റെ ആണ്, യതീന്ദ്രൻ. എന്റെ ഹസ്ബൻഡിന്റെ പേര് ബിപിൻ എന്നാണ്, BIBIN. ഓക്കെ, യാ. ആൻഡ് ബിപിൻ ഇഷ്ടമാണോ ബയോളജി? ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മാം ഞാൻ ബയോളജി സയൻസ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കോ? അല്ല, ഇതെന്റെ ചോദ്യമാണല്ലേ? ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതാ ബിപിൻ? മലയാളമായിരുന്നു, ലാംഗ്വേജ് ആണ്. എഴുതാറുണ്ടോ? മലയാളം ഇഷ്ടപ്പെടുന്നവര് കുറച്ചധികം സാഹിത്യ ഇതാണ്. ആണോ? അങ്ങനെയാണോ? എഴുതാറൊന്നുമില്ല, സബ്ജക്ട് ഇഷ്ടം. നമ്മുടെ ഇവിടെ ഈ വർഷം ഇറങ്ങിയ +2കാർ കേട്ടോ. അതിലൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, റിമൽ എന്നാണ് പേര്. അവനിങ്ങനെ എഴുതും, ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൃദയമെടുപ്പിന്റെ താളോ അങ്ങനെ എന്തോ ഒരു ബുക്ക്. ആക്ച്വലി ഞാൻ വാങ്ങി, പക്ഷെ പേര് മറന്നുപോയി. എന്തായാലും വെച്ചിട്ടുണ്ട്, വായിച്ചു, നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ സാഹിത്യകാരന്മാരുണ്ടാവും വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ബിബിൻ അങ്ങനെ ഒരു സാഹിത്യകാരനാണെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, യെസ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവൊന്നും അല്ല അല്ലെ, ഇങ്ങനെ എഴുതാനൊക്കെ ഉള്ള കഴിവ് അല്ലെ? യെസ്, അല്ലേ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയും അല്ലെ, എല്ലാവർക്കും അങ്ങനെ ഒരു കഴിവ് കിട്ടോ? ഇല്ല. യെസ്, അതൊരു പ്രത്യേകം ചില ആളുകൾ കിട്ടുള്ളൂ. ഓക്കെ ബിബിൻ ഫേവറേറ്റ് സബ്ജക്ട് പറഞ്ഞു. ബിബിൻ എന്തുകൊണ്ട്? നോർമലി ഇവിടെ കുറച്ചധികം ബോയ്സ്, എനിക്ക് ഗേൾസിനേക്കാളും കൂടുതൽ ബോയ്സിനെ കാണുന്നുണ്ട്. വാട്ട് എവർ, നോർമലി ബയോളജി ബോയ്സ് എടുക്കാൻ അങ്ങോട്ട് വലിയ താല്പര്യം കാണിക്കണം ഞാൻ കാണാറില്ല. ഓക്കെ, എന്തുകൊണ്ടാ ബയോളജി സയൻസ് എടുത്തത്? പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഏത് മേഖലയിലേക്കും പോകാലോ. ആൻഡ് നമ്മൾ ബയോളജി സംബന്ധമായ, അതായത് ഒരുപാട് ഇതുകളുണ്ട് അല്ലെ, മുന്നിലേക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്, ഒരുപാട് വേസ് ഉണ്ട്. അതാണ് ബിബിൻ ആകർഷിച്ചത്. ഓക്കെ ബിബിൻ, ഓക്കെ, യെസ്. ആൻഡ് the next one, sir, who is that? Third one, Abdu. Hi Abdu. Hi Abdu, you are from Kalur, Ernakulam. Yes. Okay, ഞാൻ തൃശ്ശൂരാണ്. സോ എനിക്കത് ഞാൻ പോയിട്ടുണ്ട് കലൂരൊക്കെ. ഓക്കെ, ഓക്കെ. അബ്ദുവിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷും ലാംഗ്വേജും. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്. ഓക്കെ, എനിക്ക് ലാംഗ്വേജസിനോട് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ലാംഗ്വേജസ് ആണല്ലോ ഇഷ്ടം. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണോ ലാംഗ്വേജസ് ഇഷ്ടമാവുന്നത്? പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാം. അധികം നേരം ക്ലാസ്സിൽ എഫേർട്ട് ഇട്ട് ഇരിക്കൊന്നും വേണ്ട, ആൻഡ് എഫേർട്ട് ഇട്ട് പഠിക്കും വേണ്ട അല്ലെ? യെസ്, അതുകൊണ്ടാണോ? ആണോ? അബ്ദു, സിമ്പിൾ ആണ് അല്ലെ? സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമുള്ളവരായിരിക്കും. കാരണം എനിക്ക് ലാംഗ്വേജസ് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ലാംഗ്വേജ് ഇഷ്ടമല്ല, സോഷ്യൽ ഇഷ്ടമല്ല,
കാരണം എന്താണെന്നറിയോ, കുറെ എഴുതണം, എക്സാമിന് ഇരുന്ന് കുറെ എഴുതണം അല്ലെ. എത്ര പേജ് എഴുതേണ്ടത്? ഒരു എസ്സേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2, 3, 4 പേജ് എഴുതണം. എനിക്ക് വയ്യ, അത്ര കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. പക്ഷെ സയൻസിന് ഒരു പ്രത്യേകതയുണ്ട്. സയൻസിന് ആ പോയിന്റ് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഇപ്പോ ബയോളജി എടുക്കാണ്, ഫിസിക്സ് എടുക്കാണ്, കെമിസ്ട്രി എടുക്കാണ്, whatever സയൻസ് സബ്ജക്ട് എല്ലാം തന്നെ നമുക്ക് ആ വേർഡ് എഴുതി കഴിഞ്ഞാൽ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 3 വേർഡ് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. പക്ഷെ ലാംഗ്വേജിലായിക്കോട്ടെ, ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസിലായിക്കോട്ടെ, ഹിസ്റ്ററി, ജോഗ്രഫി, whatever അതിലൊക്കെ ആയിക്കോട്ടെ കുറെ എഴുതണം അല്ലെ. 1 പേജ് 2 പേജ്, പേജിന്റെ അപ്പുറം ഇപ്പുറം. എനിക്ക് വയ്യ, അതൊന്നും എഴുതാൻ എനിക്ക് വയ്യ. അത് കാരണം എനിക്ക് അത് ഇഷ്ടമല്ല. ഓക്കെ, എന്നെ പോലെയുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? ജസ്റ്റ് ഗിവ് എ ഹാൻഡ് റൈസ്. നോബഡി. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ ഇഷ്ടം ആണോ? ചില ടീച്ചേഴ്സ് എഴുതിയ പേജിന്റെ എണ്ണം നോക്കിയിട്ടൊക്കെ മാർക്ക് ഇടുന്നൊക്കെ പറയില്ലേ? ഇപ്പോഴത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ സമയത്ത് പറയായിരുന്നു ആ ടീച്ചർക്ക് കുറെ എഴുതി കണ്ടാലേ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് എനിക്ക് മാർക്ക് ഉണ്ടാവാറില്ല, കാരണം എനിക്ക് കുറെ എഴുതാൻ അറിയില്ല. പക്ഷെ പോയിന്റ് ഉണ്ടാവും. പോയിന്റ് എങ്ങനെ ഞാൻ എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുമായിരുന്നു. കാരണം പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് പോയിന്റിന് മാർക്ക് ചോദിക്കാലോ, ചോദിച്ച് മേടിക്കാലോ. ഓക്കെ, യെസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ബയോ. ആരതിക്ക് ബയോ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹായ്, ഹൂസ് ദാറ്റ്? ആരതി. ആരതി, ഹായ്. ആരതി ഇവിടുത്തെ സ്റ്റുഡന്റ് ആണോ? 8th തുടങ്ങി 90+ലുള്ളതാ. ഓക്കെ, യെസ്. അപ്പൊ 90+ ഭയങ്കര ഇഷ്ടമായിട്ട് വന്നിരിക്കണതാണ്. എന്നെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ, കുറച്ച് നാളായിട്ട് +1 +2 നിൽക്കുന്നുണ്ട് ഞാൻ. എനിക്ക് എന്തോ +1 +2 ഇഷ്ടമാണ്. ചെറിയത് അത്ര ഇഷ്ടമല്ല, ചെറിയ ക്ലാസ്സസ് അത്ര ഇഷ്ടമല്ല എനിക്ക്. +1 +2 ഇഷ്ടമാണ്. ഓക്കെ, യെസ്. ആരും കേൾക്കേണ്ട, ചെറിയ ക്ലാസ്സസ് ഇഷ്ടമാണ്. എസ്പെഷ്യലി എന്റെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ 7th എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ വർഷം +1 +2 ആയിരുന്നു. ആൻഡ് ഈ വർഷം എനിക്ക് +1 +2 ആണ്. അപ്പൊ എനിക്ക് ചെറിയ ക്ലാസ്സുകളെ, കുട്ടികളെയൊക്കെ ഡീൽ ചെയ്യാൻ എന്റെ പ്രത്യേക ഒരു കഴിവാണ് അല്ലെ. അവരുടെ ആ ഒരു ഇത് അതെനിക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കുറെ 7th സ്റ്റുഡൻസിന് എന്നെ ഇഷ്ടമായിരുന്നു. ഓക്കെ, ആരതി, വേർ ആർ യു ഫ്രം? തൃശ്ശൂർ. തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ? പുതുക്കാട്. പുതുക്കാട്. ഓക്കെ, ഞാൻ ഫ്രം ചാലക്കുടിയാണ് കേട്ടോ, തൃശ്ശൂർ. ഓക്കെ, യാ. ഓക്കെ, ആരതി. ആരതിയുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? ബയോളജി ആണോ? ബയോളജി ആണോ ഫേവറേറ്റ് സബ്ജക്ട്? ഓക്കെ, ആരതി, നമ്മള് സെറ്റ് ആണ്. ഓക്കെ, പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഒന്നും ആയിരുന്നില്ല കേട്ടോ ബയോളജി. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. 10th ക്ലാസ് വരെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് വർത്താനം പറഞ്ഞ് ജോളി ആയിട്ട് പോവാം. ഓക്കെ, ദ നെക്സ്റ്റ് വീക്കോടെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഇതിൽ എതിരഭിപ്രായം ഉണ്ടോ? പറ്റില്ല മാം, എനിക്ക് ഇന്ന് തന്നെ പഠിക്കണം, ഇന്ന് തന്നെ എനിക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? നോ. അബ്ദു ഇങ്ങനെയൊക്കെ. അബ്ദുവിന്റെ ഫേസിൽ ഒരു എമോഷൻസും വരുന്നില്ല. ജസ്റ്റ് ലൈക്ക് ഈ മാം എന്നിട്ട് കിടന്ന് പറഞ്ഞോണ്ടിരിക്കണേ, ഈ 1.5 മണിക്കൂർ ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ അബ്ദു. ആണോ അബ്ദു? അല്ല, അങ്ങനെയൊന്നുമില്ല മാം. ഞാൻ ഇങ്ങനെ എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഭാവമാണെങ്കിൽ കൂടി ഞാൻ ഭയങ്കര നിഷ്കുവാണ്. അങ്ങനെയാണോ അബ്ദു? ആണോ? അതുമല്ല, അബ്ദു പിന്നെ എങ്ങനെയാണാവോ? ഓക്കെ, യെസ്. അപ്പോ ഞാൻ എന്റെ ഒരു കാര്യം പറയാം. ഞാൻ 10th ക്ലാസ് വരെ, 10 വരെ, 10th വരെ എനിക്ക് ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഏറ്റവും ഫേവറേറ്റ് എന്ന് അറിയോ? മാത്സ് ആയിരുന്നു ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്. അതിനുശേഷം +1 +2ലേക്ക് കടന്നപ്പോ എനിക്ക് മാത്സ് ഇഷ്ടമല്ലാണ്ടായി. ഞാൻ മാത്സിനെ ഹേറ്റ് ചെയ്തു, എനിക്ക് തീരെ ഇഷ്ടമല്ലാണ്ടായി. ഓക്കെ, യെസ്. പക്ഷെ മാത്സ് സിമ്പിൾ ആണെന്ന് ദേവൻ സാർ പറയുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാണ്ടോ, നമ്മുടെ പേഴ്സണൽ ചോയ്സസ് ആണല്ലോ. ഓക്കെ, എനിക്ക് മാത്സ് ഇഷ്ടമല്ലാണ്ടായി. അങ്ങനെയാണ് മാത്സ്. പക്ഷെ എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്. മാത്സ് ഇഷ്ടമല്ല, ഫിസിക്സ് ഇഷ്ടമാണ്. അപ്പൊ മാത്സ് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഫിസിക്സ് ഇഷ്ടപ്പെടും നിങ്ങൾ വിചാരിക്കും. അത് പക്ഷെ എന്തോ മാത്സിന് എനിക്ക് ഇഷ്ടമല്ല. അതിനുശേഷം ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാൻ നേരത്ത് ഫിസിക്സ് വേണം എനിക്ക്. പക്ഷെ ഫിസിക്സ് ആണെങ്കിൽ മാത്സ് ഉണ്ട്, അപ്പൊ അതെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡിഗ്രിയിൽ സെറ്റ് ആയത് മാത്സിനാണ് എനിക്ക് ജോയിനിങ് ആയത്. ഫസ്റ്റ് മാത്സിന് എനിക്ക് ഡിഗ്രി BSc മാത്സിന് ഞാൻ ജോയിനിങ് ആയി. അപ്പൊ ഞാൻ അവിടെ എടുത്തില്ല, എനിക്ക് വേണ്ട, മാത്സ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ എങ്ങനെ മാത്സ് എടുക്കും, ഞാൻ പോയില്ല, എനിക്ക് വേണ്ട. ഓക്കെ, അതിനുശേഷം വേറെ കോളേജിൽ എനിക്ക് ബയോളജിക്ക് സെറ്റായി. അപ്പൊ ഞാൻ ഡീല് പറഞ്ഞു, കാരണം
പ്രീവിയസ്ലി എനിക്ക് വന്ന കോളേജിൽ മാത്തമാറ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സയൻസ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. മാത്സ് മാത്രം 3 വർഷം പഠിച്ച എനിക്ക് ഭ്രാന്തായിപ്പോ. അത് കാരണം ഞാൻ എന്തായാലും വേണ്ടാന്ന് വെച്ചു. നമ്മൾ തോൽക്കൊന്നുമില്ല, പക്ഷെ എന്താണ്, നമുക്ക് ഇഷ്ടമില്ല, വേണ്ട. ഓക്കെ, യെസ്. അപ്പൊ അത് കാരണം എന്ത് ചെയ്തു, മാത്സ് വേണ്ട നമുക്കെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കിട്ടിയ എവിടേക്ക് പോയി, അടുത്ത കോളേജിൽ. ഞാൻ പഠിച്ചത് KKTM ഗവൺമെന്റ് കോളേജ് പുല്ലൂറ്റാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും KKTM ഗവൺമെന്റ് കോളേജ്? അലൻ സാർ അവിടെയാണ് പഠിച്ചത്? അല്ല, യെസ്. അലൻ സാർ പഠിക്കുന്നത് പനമ്പള്ളി കോളേജിലാണോ? പനമ്പള്ളി കോളേജിലാണ് എനിക്ക് ഫസ്റ്റ് മാത്സ് കിട്ടിയത്. അലൻ സാർ പനമ്പള്ളി കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാത്സ് കിട്ടിയത് അവിടെ. മാത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചു. വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ ആ കോളേജ് എനിക്ക് എന്ത് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറെ കോളേജിൽ പോയി. അപ്പൊ നോക്കിയപ്പോ അവിടെ സയൻസ് സബ്ജക്ട് എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ബയോളജിയിൽ കയറാം, എന്നിട്ട് ഫിസിക്സ് എടുക്കാം. പിന്നെ കൂട്ടിയും കഴിച്ച വന്നപ്പോ മാത്സ് ഇഷ്ടമില്ലാതെ ഞാൻ ബയോളജിയിൽ ഇരിക്കുന്നതല്ലേ നല്ലത്, മാത്സിലല്ലോ ഇതില്. അങ്ങനെ ഞാൻ ബയോളജിയിൽ സെറ്റ് ആയതാണ്. പിന്നെ നമ്മൾ ഏത് ഗ്രാജുവേഷൻ എടുത്താലും എന്ത് കോഴ്സ് എടുത്താലും നന്നായി പഠിക്കുക. നമ്മൾ പഠിക്കുന്ന 3 വർഷം നമ്മൾ വേർത്താക്കുക, അത്രയും മാത്രം നിങ്ങൾ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് +1 +2 ആണ്. നിങ്ങൾ ഇവിടെ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലെ? യെസ്. വെറുതെ ഇരുന്ന് ഇൻവെസ്റ്റ് ചെയ്യാനാണോ? അല്ല, നിങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങിക്കണം. സോ നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ അവിടെ നിങ്ങൾ ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, അത് എവിടെ പോയാലും അങ്ങനെ തന്നെ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം എനിക്ക് കിട്ടിയത് എന്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, വാട്ട് എവർ. പക്ഷെ നിങ്ങൾ അവിടെ ഇരുന്നല്ലോ, സോ നിങ്ങൾ അവിടെ ബെസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹൂസ് ദാറ്റ്? റോഷ്ന. റോഷ്നി ഓർ റോഷ്ന? റോഷ്ന. ഹായ് റോഷ്ന. എന്താ അത്? പക്ഷെ മോളുടെ പേര് ഇവിടെ എഴുതുന്നത് റോഷ്നാണ്. അത് റിനെയിം ചെയ്തോളൂ കേട്ടോ. പേരെന്താ? വിസ്മയ. ഹലോ, പേരെന്താ? വിസ്മയ എന്നാണോ? വിസ്മയ. ഹായ് വിസ്മയ, എവിടുന്നാ? ആലപ്പുഴന്നാണ്. ഓക്കെ, ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് വിസ്മയ നമ്മുടെ കൂടെ ഉണ്ട്. സോ വിസ്മയ, വിസ്മയ എന്തുകൊണ്ടാ ബയോളജി സയൻസിൽ ചേർന്നത്? മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാനാണ്. ഓ, മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാനാണ്. മെഡിക്കൽ ഫീൽഡിൽ ഏതാ? നഴ്സ് ആണോ, ഡോക്ടർ ആണോ, അത് അതർ ഫീൽഡ്സ് ആണോ, പാരാമെഡിക്കൽ കോഴ്സസ് ആണോ? ഡോക്ടർ ആവാൻ. വെരി ഗുഡ്. ഓക്കെ, അപ്പോ അത് ആവാനായിട്ട് സാധിക്കട്ടെ കേട്ടോ വിസ്മയ. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ, ആൽബിൻ. ഹായ് ആൽബിൻ. Good evening, ma'am. Good evening, Alvin. Alvin from Pathanamthitta. Pathanamthitta. Hi. Sir, വിസ്മയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആൽബിൻ ഒരു മിനിറ്റ്. അറിയാണ്ട് ഹാൻഡ് റൈസ് ചെയ്ത. ഓക്കെ, ആൽബിൻ. ആൽബിൻ എന്താ ബയോളജി ചൂസ് ചെയ്തത്? മെഡിക്കൽ ഫീൽഡ് പോകാനാണ് ഇഷ്ടം. മെഡിക്കൽ ഫീൽഡ് പോകാനാണ്. ഡോക്ടർ ഓർ നഴ്സ് ഓർ അതർ? ഫിസിയോതെറാപ്പിസ്റ്റ്. ഓക്കെ, ഫിസിയോതെറാപ്പിസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്. ഒരുപാട് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ എടുത്ത് ചോദിക്കുന്നത്, ഡോക്ടർ നഴ്സ് ഞാൻ കോമൺ ആയതുകൊണ്ട് എടുത്ത് ചോദിക്കുന്ന. ഇത് കൂടാണ്ട് ഫോറൻസിക്, പിന്നെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ്. ഈ മെഡിക്കൽ ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്ലേസ്മെന്റ് ആവും. പെട്ടെന്ന് നമുക്ക് ഇപ്പം നിങ്ങൾ 3 വർഷത്തെ ഗ്രാജുവേഷൻ ആണ്, 4 വർഷത്തെ ഗ്രാജുവേഷൻ കോഴ്സസ് നിങ്ങൾ എടുത്താൽ, ഈവൻ ഡിപ്ലോമ എടുത്താൽ കൂടിയും നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് കയറാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്കൊരു എംപ്ലോയി ആയിട്ട് മന്ത്ലി പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റിൽ ആവാൻ പറ്റിയ ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബയോളജി എടുക്കുന്ന മെജോറിറ്റി പേരും ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാനുള്ളവരായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നു. ഓക്കെ, വാട്ട് എവർ, നമുക്ക് നോക്കാം. ഓക്കെ ആൽബിൻ. ഓക്കെ, ആൽബിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അനീതി, ഞാൻ. അനീതി എത്രാം ക്ലാസ്സിലാ? തേർഡ് സ്റ്റാൻഡേർഡ്. തേർഡ്? ഇത്ര കുഞ്ഞ് അനീതി ഉണ്ടോ? ഓക്കെ, കുസൃതിയാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ആൽബിൻ വലിയ ചേട്ടനായിട്ടാണോ നിക്കുന്നത്? കളിക്കാറുണ്ടോ അവളുടെ കൂടെ? കളിക്കാൻ വിളിക്കാറുണ്ടോ ചേട്ടനെ? ഇല്ല. ഇല്ല, കാരണം ഞാൻ പോവാറില്ല, പിന്നെ എങ്ങനെ വിളിക്കാനാ, അല്ലേ?
നിങ്ങൾ തമ്മിൽ അതെ. തല്ലുകൂടാറുണ്ടോ? ഏഹ് തല്ലുകൂടാറുണ്ടോ തമ്മില്? ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ തല്ലുകൂടാറുണ്ട്. ഓക്കെ, പ്രധാനമായിട്ട് എന്തൊരു റീസൺ ആയിട്ടാണ് നിങ്ങൾ എപ്പോഴും തല്ലുകൂടുന്നത്? എന്റെ എന്തെങ്കിലും സാധനം എടുക്കുമ്പോ, എന്റെ മൊബൈൽ എടുക്കുമ്പോ, അങ്ങനെ എന്തെങ്കിലും. മൊബൈൽ എടുക്കുമ്പോ പറ്റില്ല, നീ കുഞ്ഞു കുട്ടിയാണ്, നീ മൊബൈൽ കാണാറായിട്ടില്ല. ഓക്കെ ആണോ? ആ അതെ അതെ. അപ്പൊ അച്ഛനാവാറുണ്ടോ അവളുടെ? ഇല്ല ഇല്ല. ഇല്ലില്ല. ഓക്കെ ഓക്കെ ആൽബി. ദ നെക്സ്റ്റ് വൺ അഭിനി കൃഷ്ണ. അഭിനി കൃഷ്ണ. അഭിനി ഇവിടെ ഉണ്ടായതാണോ? അഭിനി എയ്ത്ത് മുതലുണ്ട്. മാമിന് പേര് കേട്ട് പരിചയമുണ്ട്. ഇഫ് അതർ ടീച്ചേഴ്സ് ഒക്കെ, ഫൗസിയ മിസ് ഒക്കെ അറിയോ മോന്? ഫൗസിയ ടീച്ചറെ? ആ ബയോളജി. ഓക്കെ, ഞാൻ പേര് കേട്ടിട്ടുണ്ട്. ഓക്കെ അഭിനി. ഹായ് അഭിനി, എവിടുന്നാ? ട്രിവാൻഡ്രം. ഇപ്പൊ ഞാൻ വിളിച്ചവരൊക്കെ പല പല സ്ഥലത്തു നിന്നാണ്. അലൻസ ശ്രദ്ധിച്ചോ? ഓരോ ജില്ലയിൽ നിന്ന് ഓരോരുത്തർ വെച്ച് നമ്മളിവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ യെസ്. ഓക്കെ അഭിനിക്ക് ബയോളജി ഇഷ്ടാണോ? ഓ ബയോളജി ഇഷ്ടമാണ്, അതുകൊണ്ടാണോ ഞാൻ ബയോളജി സയൻസ് എടുത്തത്? ആണോ അഭിനി? ഓ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും പോകാൻ പറ്റും. ഓഹോ ഓക്കെ. ആൻഡ് ഓക്കെ അഭിനി, താങ്ക് യു. നെക്സ്റ്റ് വൺ സർ അബ്ദു ആണ് തോന്നുന്നു. അബ്ദു നമ്മൾ വിളിച്ചതാ. സെൽവകുമാർ. ആര്? സെൽവകുമാർ. സെൽവകുമാർ. ഹായ്. ഹായ് സെൽവകുമാർ, എവിടെയാ നാട്? പത്തനംതിട്ട. ഓക്കെ, വെറൈറ്റി നെയിം ആണല്ലോ. ആ പേരിന്റെ മീനിങ് എന്താ? സെൽവകുമാർ നാളെ ടാസ്ക് കൊടുക്കാം. പേരിന്റെ മീനിങ് കണ്ടെത്തി വരാനായിട്ട് കൊടുത്താലോ? ഞാൻ ഒരു തമിഴ് ടച്ചുള്ള പേരായിട്ട് എനിക്ക് തോന്നിയത്. ആ അപ്പൊ അച്ഛനോ അമ്മയ്ക്കോ തമിഴ് ഭയങ്കര ഇഷ്ടമുള്ളതാണോ? അതുകൊണ്ടാണോ ഈ പേര്? അച്ഛന്റെ നാട് തമിഴ്നാടാ? ഓക്കെ. അച്ഛൻ അപ്പൊ തമിഴ് സംസാരിക്കാറുണ്ടോ വീട്ടില്? അപ്പൊ അച്ഛന്റെ വീടൊക്കെ തമിഴ്നാടായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ വെക്കേഷൻ ഒക്കെ അങ്ങനെ ട്രിപ്പ് പോവാറുണ്ട്? അച്ഛമ്മ പിന്നെ അവരൊക്കെ അവിടെ ആയിരിക്കും അല്ലെ? കസിൻസ്? അപ്പൊ നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്ന്? പത്തനംതിട്ട പറഞ്ഞ മോൻ? അപ്പൊ എത്ര നാളായി പത്തനംതിട്ട വന്നിട്ട്? കുറെ ആയോ? ജെൻസിലൊക്കെ എവിടെയാണ്? സെൽവകുമാറിന് വേറെ ആരും ഉള്ളത്? സിബ്ലിങ്സ്? അനിയനുണ്ട്. അനിയൻ എത്രാം ക്ലാസ്സിലാ? ഫിഫ്തില്. ഓക്കെ ഓക്കെ. കുഞ്ഞനിയന്മാരാണല്ലോ മിക്കവർക്കും. കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തിമാരും. ഓക്കെ ഓക്കെ സെൽവ. നെക്സ്റ്റ് വൺ. ഇനിയുള്ളൊരു ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്തേ. ആരും ക്യാമറ ഓഫ് ചെയ്തിരിക്കണ്ട കേട്ടോ. മൊയ്ൻ, പിന്നെ അതുപോലെ തന്നെ ഷാഹിദ്, പിന്നെ അബ്ദു. എന്ത് അബ്ദു ഇത്? ക്യാമറ ഓഫ് ചെയ്യില്ലേ? എനിക്ക് കാണണ്ടേ നിങ്ങളെ? ഓക്കെ യെസ് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ യെസ്. അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ പറയാം. നമ്മളിവിടെ ഫോളോ ചെയ്ത് പോകുന്ന ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമല്ല. ഒന്ന്, നമ്മുടെ ക്യാമറ എപ്പോഴും ഓൺ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഓൺ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ട്രാവലിംഗിലൊക്കെയാണ്, പുറത്താണെന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ ഇൻഫോം ചെയ്യാം. മാം ഞാൻ പുറത്താണ്, സോ എനിക്ക് ക്യാമറ ഓൺ ആക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം യു ജസ്റ്റ് ഇൻഫോം യുവർ ക്ലാസ് ടീച്ചർ. ഓക്കെ, അപ്പൊ ക്ലാസ് ടീച്ചർ എന്നോട് പറയും കേട്ടോ.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇത് വെച്ച് മാത്രമേ നിങ്ങൾക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. അതർവൈസ് യുവർ ക്യാമറ ഷുഡ് ബി ഓൺ. ഓക്കെ, മറക്കരുത് എൻ്റെ സെഷനിൽ ക്യാമറ ഓൺ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ഫോർ ബയോളജി ഒരൊറ്റ ബുക്ക് മതി, ബോട്ടണി ആൻഡ് സുവോളജി നിങ്ങൾക്ക് അതിൽ എഴുതാം. ഓക്കെ, റൂൾഡോ അൺറൂൾഡോ നിങ്ങളുടെ ഇഷ്ടം, വേറെ ഇതൊന്നുമില്ല. പക്ഷെ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യണം കയ്യിൽ. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാമറ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലാൻഡ്സ്കേപ്പ് ആണ്, എക്സെപ്റ്റ് നമ്മുടെ വിസ്മയക്കുട്ടി മാത്രം ഇങ്ങനെ സെൽഫി എടുക്കാതിരിക്കുന്ന പോലെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ക്യാമറ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡ് ഇതാണ്, ഈ മോഡിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ സിനിമയൊക്കെ കാണാൻ വെക്കില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങളുടെ നോട്ട്ബുക്കും നിങ്ങൾ അവിടെ എഴുതാണോ, നിങ്ങൾ അവിടെ കളിക്കാണോ, നിങ്ങൾ അവിടെ എന്തെടുക്കാണെന്ന് എനിക്ക് അറിയണ്ടേ വേണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ടിൽറ്റ് യുവർ ക്യാമറ ഇൻ ലാൻഡ്സ്കേപ്പ് മോഡ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പെൻ വേണം, പെൻസിൽ വേണം. ബയോളജി ആയതുകൊണ്ടാണ് കേട്ടോ പെൻസിലൊക്കെ ഞാൻ എടുക്കാൻ പറയുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് പെൻസ് നിങ്ങൾ യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പെൻസ് എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പല കളറിലുള്ള പെൻ. മഴവില്ല അങ്ങോട്ട് ആക്കണ്ട, നിങ്ങൾ ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ, ഒരു റെഡ്, ഇത് മൂന്നും കയ്യിൽ വെച്ചാൽ മതി. പിന്നെ ഒരു പെൻസിൽ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോവാണ് മാം, വാഷ്റൂമിൽ പോവാണ് മാം, അങ്ങനെയൊന്നും പറയണ്ട. വാഷ്റൂമിലൊക്കെ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓൾറെഡി വന്നിരുന്നാൽ മതി. പിന്നെ ബോട്ടിൽ ഓഫ് വാട്ടർ നിങ്ങളുടെ അടുത്ത് വെക്കാം. ക്ലാസ്സിൻ്റെ ഇടയിൽ ഇരുന്ന് വെള്ളം കുടിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ഞാനായിട്ട് നിങ്ങൾ വെള്ളം കുടിപ്പിക്കുകയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നോളൂ. ഹൈഡ്രേറ്റഡ് ആയാൽ നമുക്ക് ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഡ്രൈ ആയിട്ടിരുന്ന നമ്മുടെ മുഖത്തിന്റെ ഭംഗിയൊക്കെ പോകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി സെഷൻ നമുക്കൊരു എക്സാം ഉണ്ടാവും. ഡെയിലി എക്സാം ആണ് നമ്മുടെ. ഡെയിലി എക്സാം നമ്മൾ എവറി ഡേ എടുക്കും. ഇന്നില്ല കേട്ടോ, ഇന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിക്കില്ലല്ലേ. ഞാൻ എന്തിടും, നിങ്ങളുടെയൊക്കെ പേരിടേണ്ടി വരും, നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നില്ല നിങ്ങൾക്ക് എക്സാം. നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എക്സാം ഉണ്ടാവും. അന്ന് എടുക്കുന്നത് അന്നത്തെ ഡേ എക്സാം ഇടും. ഓക്കെ, ആൻഡ് ഒരു ചാപ്റ്ററിന്റെ എൻഡിൽ ചാപ്റ്റർ ടെസ്റ്റ് കൂടി ഉണ്ടാവും. ഒന്നുമില്ല, ERP എക്സാം ആണ്. നിങ്ങൾക്ക് സൂമിൽ തന്നെയാണ് എക്സാം കിട്ടുന്നത്. MCQs ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാനായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് വിത്ത് മീ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഗീവ് എ ഹാൻഡ് റൈസ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, അതർവൈസ് യു ക്യാൻ യൂസ് യുവർ കമന്റ് ബോക്സ്. ഓക്കെ, കമന്റ് ബോക്സ് യൂസ് ചെയ്ത് കമന്റ് ത്രൂ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒന്നും ചോദിക്കാണ്ടിരിക്കരുത്, കാരണം നമുക്ക് ആർക്കും നാണിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നിങ്ങൾക്ക് എന്നെ എനിക്ക് നിങ്ങളെ മാത്രം കാണാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നിങ്ങളുടെ നമുക്ക് ഇപ്പോൾ വേറെ ആർക്കും, വിസ്മയാനെ ഇപ്പോൾ ഇവിടെയുള്ള ആരെയും കാണാൻ പറ്റില്ല, അബ്ദുവിനെ ഇവിടെയുള്ള ആർക്കും കാണാൻ പറ്റില്ല, അബ്ദുവിനെ കാണാനും പറ്റില്ല, എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രൈവസി ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അയ്യോ, ഇനി ഞാൻ ചോദിച്ച ഡൗട്ട് മണ്ടത്തരായി പോവോ, എന്നെ നോക്കി ഇവരൊക്കെ ചിരിക്കോ, ആ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇനിയും നിങ്ങൾ അങ്ങനത്തെ തോട്ട്സ് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എന്തായില്ല, നിങ്ങൾ ക്ലാസ്സിൽ സ്മാർട്ട് ആവാൻ പറ്റില്ല. ക്ലാസ്സിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലെ സ്മാർട്ട് ആവാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള നാണക്കേടുകള്, സ്വന്തമായിട്ടുള്ള എന്താ പറയുക കോംപ്ലക്സസ്, എന്താ മലയാളത്തിൽ പറയാ, അപകർഷതാബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മളിപ്പോ 16, 17 ഓക്കെ അത്ര ഏജ് ആണല്ലേ. ഇപ്പൊ ആണെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര ബോൾഡാണ്. നിങ്ങൾ റീൽസ് ഒക്കെ കാണുമ്പോൾ കാണില്ലേ, നമ്മുടെ കമ്മിങ് ജനറേഷൻ ഭയങ്കര ബോൾഡാണ് അല്ലേ. ആൽബിനേക്കാളും ബോൾഡല്ലേ ആൽബിയുടെ സിസ്റ്റർ. അതുപോലെ തന്നെ സെൽവത്തിനേക്കാളും ബോൾഡ് അല്ലേ സെൽവത്തിന്റെ ബ്രദർ അല്ലേ. കമ്മിങ് ജനറേഷൻ ഭയങ്കര ബോൾഡാണ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കാര്യം പേടിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പേടി, അങ്ങനെയൊക്കെയുള്ള നാണക്കേടൊക്കെ വരുന്നുണ്ടോ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു സംശയം തോന്നി എന്നോട് ചോദിച്ചു, മാം ഇവിടുത്തെ ക്ലാസ്സിൽ എനിക്ക് ഇത് ഡൗട്ട് ഉണ്ട്, ചോദിക്കാം. നിങ്ങളുടെ റൈറ്റ് ആണത്. നിങ്ങൾ ആരും വെറുതെ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നതല്ല അല്ലേ. മന്ത്ലി നിങ്ങളുടെ പാരൻസ് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം നമുക്ക് നോക്കാം. നമുക്ക് ടോട്ടൽ 19 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. 19 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബയോളജിയിലുള്ളത് കേട്ടോ. ദ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലിവിങ് വേൾഡ്. ഈ ഡാർക്ക് കളറിൽ ഇട്ടത് ഫുള്ളും സുവോളജിയാണ്.
ഓക്കെ, ലിവിങ് വേൾഡ്, സുവോളജി. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ പിള്ളേരെ? ടെക്സ്റ്റ് ബുക്ക് മീൻസ് പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടില്ലേ, അങ്ങനെ കിട്ടിയോന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ജസ്റ്റ് ഗീവ് എ ഹാൻഡ് റൈസ്. ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 2 ആള്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് അപ്പോൾ പേരുകൾ നോട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ് ആണ്. ഓക്കെ, ദ സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ആനിമൽ കിങ്ഡം ആണ് കേട്ടോ. ഇതും സുവോളജി ആണ്, സുവോളജി ചാപ്റ്റർ ആണ്. ആൻഡ് തേർഡ് ചാപ്റ്റർ വരുന്നത് സുവോളജി മാത്രം മാം പറയുന്നുള്ളൂ കേട്ടോ, ബോട്ടണി പറയുന്നില്ല. ബോട്ടണി പറയാൻ ആരതി ടീച്ചർ വരും. ആരതി ടീച്ചറാണ് ബോട്ടണി ടീച്ചർ. ആരതി ടീച്ചർ വരും. എന്തിനാ ഞാൻ ബോട്ടണിയിൽ കയറി ഇടപെടുന്നത്? വേണ്ട, ഞാൻ എൻ്റെ ഭാഗം സുവോളജിയാണ്. ഓക്കെ, യെസ്. പിന്നെ 7th ചാപ്റ്റർ എന്ന് പറയുന്നത്, അതായത് ബയോളജി, സുവോളജിയിലെ 3rd ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഓക്കെ, പിന്നെ വരുന്നത് ബയോമോളിക്യൂൾസ്, ഇറ്റ്സ് ഓൾസോ സുവോളജി. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ്. ഓക്കെ, തീർന്നിട്ടില്ല, ഇനിയുണ്ട്. സി, അടുത്ത ചാപ്റ്റർ. ഇപ്പൊ ഇതിൽ നോക്കും മാം അല്ല പറഞ്ഞ 19 ചാപ്റ്റർ ഉള്ളൂ. വാട്ട് ഈസ് ദിസ്? ഇത് എത്ര ചാപ്റ്ററാ? 22 ചാപ്റ്റേഴ്സ്. ആക്ച്വലി ഇത്രയും ആയിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. 22 ചാപ്റ്റർ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു നമ്മുടെ. ഓക്കെ, മാം ഒക്കെ പഠിച്ചിരുന്ന സമയത്തും. ആൻഡ് ഒരു റീസെന്റ് ഒരു ബിഫോർ 3 years മുന്നേ വരെ 23 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ +1 +2 ഒരു അപ്ഡേഷൻ വന്നു, കുറേ ചാപ്റ്റർ ഡിലീറ്റ് ആക്കി. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ഈ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, യെസ്. പിന്നെ വരുന്ന, അതായത് ബയോമോളിക്യൂൾ കഴിഞ്ഞ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സുവോളജിയിലെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ബോഡി ഫ്ലൂയിഡ്സ്. അത് കഴിഞ്ഞ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഓക്കെ, ആരതി ടീച്ചർ വന്നിട്ടുണ്ട്. ആരതി ടീച്ചർ ഇതാണ് നമ്മുടെ +1 കുട്ടികൾ കേട്ടോ. കാണാം, ആരതി ടീച്ചർ കാണാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് വീക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. പിന്നെ വരുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, chemical coordination and integration. Okay, and these all are included in the human physiology chapter la varunda ട്ടോ. ഓക്കെ, നിങ്ങൾക്ക് പ്ലാന്റ് ഫിസിയോളജിയും അതുപോലെ തന്നെ ഹ്യൂമൻ ഫിസിയോളജിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചേട്ടാ, ഞാൻ ഫിസിയോളജി എഴുതുമ്പോൾ സൈക്കോളജി ആയി പോണു ഗൈസ്. സോറി, ഫിസിയോളജി ഞാൻ എപ്പോഴും എഴുതുമ്പോൾ സൈക്കോളജി ആയി പോകും. അറിയാണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് സൈക്കോളജി ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് പ്ലാന്റ് ഫിസിയോളജിയും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ഫിസിയോളജിയും പഠിക്കാറുണ്ട്. എന്താണ് ഫിസിയോളജി എന്ന് അറിയോ ആർക്കെങ്കിലും? എന്താണ്, വാട്ട് ഈസ് ഫിസിയോളജി? ആർക്കെങ്കിലും എന്നോട് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ഫിസിയോളജി? സർ, ഒരാളെ വിളിക്കാൻ നമുക്ക്. ഞാൻ ഇവരോട് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഇവര് ആരും പറയത്തില്ല. സാറിന് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചോ. അലൻ സാറിന് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ അലൻ സാറ് വിളിക്കോ കേട്ടോ. ഷാഹിദ് നേരത്തെ നമ്മൾ വിളിച്ചപ്പോ ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, ഷാഹിദ് വിളിച്ചിരിക്കായിരുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഷാഹിദ്. ഷാഹിദ് കേട്ടിട്ടുണ്ടോ? മാം എന്താ ചോദിച്ചത്? ഒരു മിനിറ്റ്, സോറി ഷാഹിദ്, ഒരു മിനിറ്റ് കേട്ടോ. മാം എന്താ പറഞ്ഞത് നേരത്തെ? ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ എന്തിൽ ഇൻക്ലൂഡ് ആണെന്നാ മാം പറഞ്ഞത്? ഹ്യൂമൻ ഫിസിയോളജിയിൽ ഇൻക്ലൂഡ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഫിസിയോളജി എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതെന്താണ് ഫിസിയോളജി എന്നുള്ള വേർഡ്? എന്താണ്? ഷാഹിദേ പറഞ്ഞോ. ഷാഹിദ് മാം തന്നെ ചോദിച്ചു. എന്താടാ?
ശരീരഭാഗങ്ങളെ കുറിച്ചിട്ടാണോന്നല്ലേ? ആ. അവിടെ ആരാ ഷാഹിദിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? അത് പറഞ്ഞ ആദ്യം തന്നെ. ഇവിടെ ആരൊന്നുമില്ല. ഇവിടെ ആരും ഇല്ലെങ്കിലും ഞാൻ അവിടെ നിന്ന് ഒരു സ്ത്രീ ശബ്ദം ഞാൻ കേട്ടു. നിങ്ങൾ കേട്ടില്ലേ? ഉമ്മണ്ടായ ടീച്ചറ്. ഉമ്മയാണോ അപ്പൊ പറഞ്ഞു തരുന്നേ? ഉമ്മ അങ്ങനെ അറിയുന്നില്ല. പക്ഷെ ഗൈസ് നിങ്ങൾ കേട്ടില്ലേ? ശരീരഭാഗങ്ങളെ കുറിച്ച് അങ്ങനെ എന്തോ ഒരു സംഭവം നിങ്ങൾ കേട്ടില്ലേ? അതെന്താണ് അശരീരി അവിടെ? അശരീരി ആരാണ്? അശരീരി ആരാണ്? അശരീരി ഉമ്മയാണോ അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആള്? എന്നിട്ട് ഷാഹിദ് ഇങ്ങനെയൊക്കെ ഉമ്മക്ക് അതൊന്നും അറിയില്ല മാം എന്നൊക്കെ വെറുതെ ഉമ്മയാണോ പറഞ്ഞു കൊടുക്കുന്നേ അല്ലേ? ഉമ്മക്ക് എന്താ അറിയാ? ഞാൻ കേട്ടാണെന്ന് ആരോ എന്തോ ഹെൽപ്പ് ചെയ്തു. ഷാഹിദിന്റെ സിസ്റ്റർ ആണോ ഇത്തയാണോ? അവിടെ എന്തോ കുണുകുണു ചീര ഞാൻ കേൾക്കുന്നുണ്ട്. അല്ല നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? ഞാൻ മാത്രമല്ലോ, നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? ഷാഹിദേ നിന്റെ ചിരി നിർത്ത്. ഓക്കെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഫിസിയോളജി എന്ന് പറയുന്നത് നമുക്ക് 2 ഇതുകളുണ്ട് കേട്ടോ. ഓക്കെ ഷാഹിദ്, താങ്ക് യു. അതായത് ഓക്കെ യെസ്, ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയാ, ഇപ്പൊ പ്ലാന്റ് ഫിസിയോളജി, പ്ലാന്റ് അനാട്ടമി, ഹ്യൂമൻ ഫിസിയോളജി, ഹ്യൂമൻ അനാട്ടമി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തലയാട്ടിയ നിങ്ങള്. യെസ്, ഓക്കെ. ആ ഫിസിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ എൻറ്റയർ സിസ്റ്റം, ഓക്കെ സി നമ്മുടെ ബോഡിയിലെ എൻറ്റയർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന അതിനെയാണ് നമ്മൾ ഫിസിയോളജി എന്ന് പറയുന്നത്. ഓക്കെ യെസ്, ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ബ്രീതിങ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. നമ്മുടെ ബോഡിയിലുള്ള ഓരോ സിസ്റ്റംസ് ആണ് അത്. സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഓക്കെ, നെർവസ് സിസ്റ്റം. ഓക്കെ യെസ്, അപ്പൊ ഓരോ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഡൈജഷൻ എന്നുള്ളത് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ യെസ്, അപ്പോൾ ഈ ഹ്യൂമൻ ഫിസിയോളജി മാമിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ദ ലിവിങ് വേൾഡ്, ദ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. ആകെ നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. ആകെ ബോർഡ് എക്സാമിന് ആകെ 1 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുന്നത്. ആകെ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. നിങ്ങൾ ഈ ചാപ്റ്റർ തല കുത്തിയിരുന്ന് പഠിച്ചോ, വെള്ളം പോലെ പഠിച്ചോ, ഈ ചാപ്റ്ററിലെ പേജ് നമ്പർ ഒക്കെ ഇരുന്ന് പഠിച്ചോ, 1 മാർക്കിന് ഇതിന് ചോദിക്കുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾ അധികം ഇൻവെസ്റ്റ് ചെയ്യണ്ട. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ഇത്ര ഒരു ഉറപ്പ് അവിടെ ആര് തരും? ഓക്കെ, ആക്ച്വലി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ നെയിമിംഗ് സിസ്റ്റം, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, പഠിച്ചിട്ടില്ലേ നമ്മള് ബൈനോമിയൽ നോമൻക്ലേച്ചർ? പഠിച്ചിട്ടില്ലേ നിങ്ങള്? എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ആൽബിൻ തലയാട്ടുന്നുണ്ട്. സോ സർ വി ക്യാൻ കോൾ ആൽബിൻ. ആൽബിൻ പെട്ടു, അറിയാണ്ട് ഞാനൊന്ന് തലയാട്ടിപ്പോയി. ഓക്കെ, പറഞ്ഞ ആൽബിൻ എന്താ പറയാ? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് പറഞ്ഞേക്കൂ. ഒരു ആനിമലിന്റെയോ പ്ലാന്റിന്റെയോ ബയോളജിക്കൽ നെയിമാണ്. ബയോളജിക്കൽ നെയിം. ആനിമലിന്റെ ആണെങ്കിലും പ്ലാന്റിന്റെ ആണെങ്കിലും ബയോളജിക്കൽ നെയിമാണ്. ആ ഒരു നെയിം ഇടുന്നതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസിന് ഒരു പേരുണ്ട് അല്ലെ? അപ്പൊ എനിക്കൊരു പേരുണ്ട് പ്രിയ യതീന്ദ്രൻ. ഇതൊരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണോ? അല്ല, ഇത് അങ്ങനെയല്ല. ഇതുപോലെ 2 നെയിംസ് വരുന്ന സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പോ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാണ്, വാട്ടർമെലൺ ഇല്ലേ? വാട്ടർമെലൺ ഞങ്ങളുടെ നാട്ടില് തൃശ്ശൂർക്കാർ അതിനെ തണ്ണിമത്തൻ എന്ന് പറയും. അതിന് വേറെ വല്ല പേരും പറയുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? വാട്ടർമെലൺ, തണ്ണിമത്തനാ ഞങ്ങൾക്ക്. വേറെ പേര് പറയുന്നവരുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ ഞങ്ങൾക്ക്. സർ, മാം, വി ഹാവ് അതർ നെയിം. കം ഓൺ, ഹു ക്യാൻ സേ?
ടൈപ്പ് ചെയ്യണ്ട, യു ജസ്റ്റ് ഗിവ് എ ഹാൻഡ് റൈസ്. ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ ടൈപ്പ് സർ കമന്റ് വന്നിട്ടുണ്ട്. ബത്തക്ക, ഓക്കെ യെസ് ബത്തക്ക. ഷാഹിദ് പറയും ബത്തക്ക എന്ന് പറയും. കോഴിക്കോടാണോ? അല്ല, വേറെ മലപ്പുറാണോ? ഓക്കെ, ഇനി തണ്ണിമത്തനും ബത്തക്ക അല്ലാണ്ട് കോഴിക്കോട്. ഓക്കെ, ഇനി വേറെ എന്താ സാർ? ഓക്കെ, ഇനി വേറെ പേര് പറയുന്നവരുണ്ടോ? കാസർഗോഡ്. ആ കാസർഗോഡ്. ഓക്കെ, ഇനി വേറെ പേര് പറയുന്നവരുണ്ടോ? ഇല്ല. ഇനി പപ്പായ ഇല്ലേ, പപ്പായ, ഞങ്ങൾ അതിനെ പറയും പപ്പായ എന്നും പറയാറുണ്ട്, പ്ലസ് ഞങ്ങള് കൊപ്പക്കായ എന്ന് പറയാറുണ്ട്, അല്ലേ സർ? അല്ലേ സർ? യെസ്, കൊപ്പക്കായ. നിങ്ങൾ അതിന് വേറെ പേര് പറയുന്നുണ്ടോ? പപ്പായ കേട്ടോ, പപ്പായ. അത് എന്ത് സാധനോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എനിക്ക് കാണിച്ചു തരാനില്ല. നിങ്ങളൊന്നും പറയില്ലേ? ഞാൻ കുറെ പേര് കഴിഞ്ഞ വർഷത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞല്ലോ, അയ്യ സെൽവ വന്നിട്ടുണ്ട് സാർ, സെൽവൻ വിളിച്ചേ. സെൽവ എന്താ പറയോ? ആ ഷാഹിദ് കർമൂസ എന്ന് പറയും. യെസ്, അതെ ഓമയ്ക്ക, ഓമയ്ക്ക എന്ന് പറയും, കർമൂസ എന്ന് പറയും. യെസ് സെൽവ. ഇനി അതർ നെയിംസ് നോ. ഓക്കെ, അപ്പോ ഇങ്ങനെ വന്നപ്പോ ഇതെന്ത് കഥ അല്ലേ? ഓരോ സ്ഥലത്തും ഇപ്പൊ ഞാൻ ചെന്നിട്ട് കാസർഗോഡ് ചെന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് ഒരു കൊപ്പക്കായ വേണമെന്ന് പറഞ്ഞാൽ അവര് വിചാരിക്കും ഇത് എന്ത് സാധനം എന്ന്. അപ്പോ നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാത്തിനും കൂടി ഒറ്റ പേര്, അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സയന്റിഫിക് വേൾഡ് തീരുമാനിക്കുകയാണ്. ഓക്കെ, അതായത് ഈ ലോകത്തിന്റെ എവിടെ പോയിട്ട് കൊപ്പക്കായ എന്ന് പറഞ്ഞാലും ഒരു പേരേ പാടുള്ളൂ. എനിക്ക് അവിടെ ചെന്നിട്ട് ഞാനിപ്പോ യൂറോപ്പിൽ ചെന്നിട്ട് കൊപ്പക്കായ, കർമൂസ, ബത്തക്ക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഏത് കോർണറിലും ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹ്യൂമൻസിന് നമുക്ക് ഓരോരുത്തർക്കും പല പേരിട്ടിട്ടുണ്ട് അല്ലെ, പക്ഷേ ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു സ്പീഷീസിന്റെ പേര് ഹോമോസാപ്പിയൻസ് എന്നാണ് അല്ലെ. ഈ ലോകത്തിന്റെ എവിടെ പോയാലും എന്താണ്, ഞാനൊരു ഹോമോസാപ്പിയൻ ആണ് അല്ലെ. യെസ്, ആരതി ഒരു ഹോമോസാപ്പിയൻ ആണ്. ഓക്കെ, ആൽബിൻ ഒരു ഹോമോസാപ്പിയൻ ആണ്, ഷാഹിദ് ഒരു ഹോമോസാപ്പിയൻ ആണ്, അബ്ദു ഒരു ഹോമോസാപ്പിയൻ ആണ് അല്ലെ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഒരു പേര് എല്ലാം ഇവിടെ ചെന്നാൽ അറിയപ്പെടാൻ കൊടുത്തു. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് കിങ്ഡം. ഇതിനെന്താ പറയോ? കിങ്ഡം. അത് കഴിഞ്ഞ ഫൈലം. ഇതിന്റെ പേര് എന്താ പറയുമെന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ ചോദിക്കും. ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിനെന്താ പറയോ? ഇതിനൊരു പ്രത്യേകം പേര് പറയും. എന്താ പറയൂ ഇതിനെ? ഇതിന്റെ പേര് അറിയുന്നവര് കൈപൊക്കെ. ഒരു പ്രത്യേകം പേര് പറയും ഈ ഒരു ഓർഡറിന്. ആർക്കും കിട്ടില്ലേ? ടാക്സോണമിക് ഹൈറാർക്കി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ 8ാം ക്ലാസ് ഒക്കെ പഠിക്കാണ്ടാണോ പിള്ളേര് വന്നത്? 8ലൊക്കെ ഈ കാര്യങ്ങൾ നല്ല വ്യക്തമായി പഠിക്കുന്നുണ്ട്. ആരും പോലും കേട്ടിട്ടില്ല. എല്ലാവരും എന്ന് ഞാൻ എഴുതാൻ നോക്കിയിരിക്ക. വളരെയധികം കഷ്ടം കേട്ടോ. ടാക്സോണമിക് ഹൈറാർക്കി ഇത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ആകെ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. മാമിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം.
പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആയിരുന്നത്. പക്ഷേ ഹയർ സ്റ്റഡീസിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ, ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. ഇതില് നമ്മുടെ എർത്തിലുള്ള എല്ലാ ആനിമൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ ആനിമൽസും ഏതൊക്കെ ഫൈലത്തിലാണ്, ഏതൊക്കെ കിങ്ഡത്തിലാണ്, ഏതൊക്കെ ക്ലാസ്സിലാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിലാണ്. ഓക്കെ, നല്ല ഭംഗിയുള്ള പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട പേരാണ്. കിങ്ഡം ആനിമാലിയയില് നമ്മൾ 11 ഫൈലാസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ? ഫൈലം പോറിഫെറ, ഫൈലം സിലിൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റിഹെൽമിൻസ്, ഫൈലം ആഷൽമിൻസ്, ഫൈലം ആന്നലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മൊലസ്ക, ഫൈലം എക്കിനോഡെർമേറ്റ, ഫൈലം ഹെമികോഡേറ്റ ആൻഡ് ഫൈനലി ഫൈലം കോഡേറ്റ. കാണാൻ പറ്റുന്നില്ല, എന്റെ പേര് കയറിയിരിക്കുകയാണ്. ഓക്കെ, കുറെ പേര് മുഖത്തേക്ക് ചിരി വരുന്നുണ്ട്. ഓക്കെ, ദൈവമേ ഇത് ഫുള്ളും പഠിക്കണല്ലോ എന്ന് വെച്ചിട്ടാണോ? ആക്ച്വലി ബയോളജി വളരെ സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. ഇത്ര കുറച്ച് കടുകടി വേർഡ്സ് ഉണ്ട്. മിസ്സേ, ആ ആനിമേഷൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കാമായിരുന്നു. നമ്മൾ LKG പോലെ ആയി. സാരില്ല, നിങ്ങൾക്ക് ഇത്ര സ്റ്റാൻഡേർഡ് മതി. ഷാഹിദ് പറയുന്ന കേട്ടോ, ഇത് നമ്മുടെ PPT തന്നെയുള്ള ആനിമേഷനാ, ചുമ്മാ ഞാൻ ഇട്ടേക്കുന്ന വെറുതെ എന്റെ ഇടലാണ്, ഞാനാണ് ഇതിന്റെ ക്രിയേറ്റർ ഞാനാണ്. ഓക്കെ, യെസ്, സഹിച്ചോ, ഒന്ന് ക്ഷമിക്കുക ഷാഹിദേ. എനിക്ക് വലിയ ആനിമേഷൻ ഒന്നും പിടിയില്ല കേട്ടോ. ഓക്കെ, എനിക്ക് ബയോളജി എടുക്കാനല്ലേ അറിയുള്ളൂ അല്ലേ? യെസ്, അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? നല്ല രസമല്ലേ പേരുകള്? ഈ പേരുകൾ എത്ര വണ്ടർഫുൾ ആണല്ലേ? നല്ല ബയോളജിക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല രീതിയിലൊക്കെ നിങ്ങൾ ടങ്ങൊക്കെ ക്ലീൻ ചെയ്ത് വന്നു. ഇതൊക്കെ വായിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി ഞാനൊരു കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സി, അടുത്ത ആനിമേഷൻ ചാടി ചാടി വരുന്നു. ഓക്കെ, ഈ ഒരു കോഡാണിത്. ആക്ച്വലി പ്രിൻസിപ്പൽ കോൾ ടു പണിഷ് അമർ അക്ബർ ആന്റണി ഫോർ മിസ്ബിഹേവിംഗ് എൻലെസ്ലി ഇൻ ഹിസ്റ്ററി ക്ലാസ്. കോഡ് വേണ്ടവർക്ക് കോഡ് പഠിക്കാം. ഞാൻ കോഡിന്റെ ആളല്ല. നിങ്ങൾ ആരെങ്കിലും കോഡിന്റെ ആളാണെങ്കിൽ കോഡ് പഠിക്കാം. ഞാൻ കോഡ് പഠിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? കോഡേ ഞാൻ മറന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് തപ്പേണ്ടി വരും. അതിനേക്കാളും നല്ലത് എനിക്ക് അത് പഠിച്ചാൽ പോരെ. ഞാൻ കോഡ് അതൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്റെ കുട്ടികൾ പറഞ്ഞു അവർക്ക് കോഡ് വേണമെന്ന്. സോ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഈ കോഡ്. എങ്ങനെയുണ്ട് എന്റെ ക്രിയേറ്റിവിറ്റി? ഷാഹിദാണ് ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് പറയുന്ന ആള്. ഓക്കെ, ഹൗസ് മൈ ക്രിയേറ്റിവിറ്റി? ഇനി ഇത് ഓക്കെ അല്ലാന്നുണ്ടോ ഷാഹിദ്? ഓക്കെ, സെൽവ, ഇവിടെ ഷാഹിദ് മാത്രം ഇത് ഇതാവുന്നുള്ളൂ. ബാക്കി ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. അബ്ദു അവിടെ ഇരുന്ന് ഉറങ്ങാണോ അബ്ദു? എന്താ അബ്ദു ഇത്? അല്ല, വല്ലാത്ത ക്രിയേറ്റിവിറ്റി. പിന്നെ അല്ല ഷാഹിദ്. ഓക്കെ, ഈ കോഡ് പഠിക്കാൻ ഞങ്ങള് ഈ സി, ഇതിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. പ്രിൻസിപ്പലിന്റെ പി ആണ് ഫസ്റ്റത്തെ പോറിഫെറ. ഇനി കോൾഡിന്റെ സി ആണ് സിലിൻഡ്രേറ്റ. ഓക്കെ, ആൻഡ് ടീനോഫോറയുടെ ഇവിടെ 2ന്റെ ടി, ആൻഡ് പണിഷിന്റെ പി പ്ലാറ്റിഹെൽമിൻസ്, അമറിന്റെ എ ആഷൽമിൻസ്, അക്ബറിന്റെ എ അന്നലിഡ, ആന്റണിയുടെ ആർത്രോപോഡ, മിസ്ബിഹേവിംഗ് മൊലസ്ക, എൻഡ്ലെസ്ലി എക്കിനോഡർമേറ്റ, ഹിസ്റ്ററി ഹെമികോഡേറ്റ ആൻഡ് സി കോഡേറ്റ. കണ്ടോ? സിമ്പിൾ അല്ലേ, ഹമ്പിൾ അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിനകത്ത് ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇപ്പോൾ ഫൈലം പോറിഫെറയിൽ വരുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്, എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, അവരുടെ പ്രത്യേകത പഠിക്കാനുണ്ട്. ഫൈലം സിലിൻഡ്രേറ്റയിൽ വരുന്ന കോഡ് പഠിക്കാൻ നല്ലത് മറ്റേത് അതന്നെ ഞാൻ പറഞ്ഞ. എനിക്ക് കോഡ് പഠിക്കാൻ പറ്റില്ല. ഞാൻ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ കോഡ് ഏതാന്ന് ഓർത്ത് വെറുതെ നേരം പോകും. ഞാൻ ഇത് മാത്രമേ പഠിക്കാറുള്ളൂ. കോഡിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എവറി ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ് അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. എന്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം അല്ലെ? ആരതിയുടെ ഇഷ്ടമായിരിക്കില്ല ഷാഹിദിന്റെ ഇഷ്ടം, അബ്ദുവിന്റെ ഇഷ്ടമായിരിക്കില്ല ആൽബിയുടെ ഇഷ്ടം അല്ലെ? യെസ്, വിസ്മയുടെ ഇഷ്ടം വേറെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അബ്ദുവിന് ഇങ്ങനെ ഫോണിൽ ബുക്കിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അബ്ദുവിന് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാതിരിക്കാം. അബ്ദു മിനിറ്റ്സിനുള്ളിൽ ക്യാപ്ചർ ചെയ്യാതിരിക്കാം. പക്ഷെ വിസ്മയ്ക്ക് ഒരുപാട് തവണ വായിച്ച് പഠിക്കണമായിരിക്കാം. ഓക്കെ, ബിബിൻ ആണെങ്കിൽ നല്ല ലൗഡ്ലി വായിച്ച് പഠിക്കണമായിരിക്കാം. ഓക്കെ, യെസ്, സെൽവൻ ആണെങ്കിൽ ജസ്റ്റ് വളരെ സ്ലോ വോയിസിൽ അല്ലെങ്കിൽ ലോ വോയിസിൽ വായിച്ച് പഠിച്ചാൽ മതിയായിരിക്കാം അല്ലെ? അപ്പൊ നമ്മുടെയൊക്കെ പഠന രീതികളും ഡിഫറെന്റ് ആണ്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയായാലും നമുക്ക് മാർക്ക് കിട്ടിയാൽ മതി അല്ലേ? യെസ് അല്ലേ ആരതി? മാർക്ക് മതി, നമുക്ക് മാർക്കാണ് മെയിൻ. ഓക്കെ യെസ്. അടുത്ത ചാപ്റ്റർ, നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് ആണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിൽ നമുക്ക് ആകെ ഫ്രോഗിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഫ്രോഗിന്റെ ഡൈജസ്റ്റ് സിസ്റ്റം, ഫ്രോഗിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഫ്രോഗിനെ കുറിച്ച് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഫ്രോഗിനെ കുറിച്ച് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വർഷം ഡിസെക്ഷൻ ഒന്നുമില്ല. ഓൺലി നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ഒന്നും കീറി മുറിക്കൊന്നും വേണ്ട. ഓക്കെ, ഐഡന്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടിക്കലിൽ വരുന്നത്. പക്ഷെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, കണ്ട ഇത് ഫ്രോഗിന്റെ ഹോൾ പാർട്സ് ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമിന് ഇതിന്റെ ഏതൊക്കെ പാർട്സ് ആണ് ചോദിക്കണേന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്തത് ബയോമോളിക്യൂൾ. ബയോമോളിക്യൂൾ ആക്ച്വലി ഞാൻ കഴിഞ്ഞ വർഷം ഇത് എടുത്തപ്പോ കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടുക്കാരൻ എന്നോട് ചോദിക്കാം, മാം ഇപ്പൊ തീരുമാനിക്കണം, മാം ഒരു കെമിസ്ട്രി ആണോ അതോ സുവോളജി ടീച്ചർ ആണോ എന്ന്. ആക്ച്വലി ഇത് ഫുൾ കെമിസ്ട്രി ആയാലും നമ്മൾ പഠിക്കണം, ഓരോ ബോണ്ടും കാര്യങ്ങളും. ഇത്തവണത്തെ കെമിസ്ട്രിയിൽ നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ എന്താ പറയുക, ഈ ബോണ്ട്സ് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. നിങ്ങൾ കെമിസ്ട്രി ടെക്സ്റ്റ് അല്ലെങ്കിൽ കെമിസ്ട്രി സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ ഒരു മിനിയേച്ചറാണിത്. ആൻഡ് ഇപ്പൊ നിങ്ങൾ ഇത് തറവായിട്ട് പഠിച്ചോ, ഈ ചാപ്റ്റർ തന്നെ അടുത്ത വർഷം കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ പഠിച്ച രണ്ടുണ്ട് ഗുണം. 2 വർഷം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചതിന് സെറ്റാണ്. ഓക്കെ, അടുത്ത വർഷം കെമിസ്ട്രിയിലാണ് പഠിക്കാനുള്ളത്. കെമിസ്ട്രിയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ബോണ്ടും കാര്യങ്ങളും പഠിക്കേണ്ടത്. ഇവിടെ അത്ര നമ്മൾ കെമിസ്ട്രി അല്ലല്ലോ, നമ്മൾ സുവോളജി അല്ലേ. സോ നമുക്ക് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കാനാണ് തോന്നുന്നത്. നമുക്ക് അധികം കെമിക്കലിലേക്ക് നമ്മളധികം പോയിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാം, എന്തൊക്കെ പറഞ്ഞാലും ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രി ലാബ് അടിപൊളിയാണ്. കെമിസ്ട്രി ലാബ് സൂപ്പറാണ്. കെമിസ്ട്രി ലാബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കെമിസ്ട്രി ലാബ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ലാബ് ഫിസിക്സ് ലാബാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് വാല്യൂസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കെമിസ്ട്രി ലാബ് അടിപൊളിയാണ്. ഓക്കെ, സുവോളജി ലാബും വലിയ സുഖമില്ല. മാം ഒക്കെ പഠിച്ചിരുന്നപ്പോൾ പാറ്റേനെ ഡിസെക്ട് ചെയ്യാറുണ്ടായിരുന്നു, കോക്രോച്ചിനെ, അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ഇൻസെക്റ്റ് ആണ് കോക്രോച്ച്. സ്റ്റിൽ എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്റ്റിൽ എനിക്ക് അതിനെ കാണുന്ന പേടിയാണ്. എസ്പെഷ്യലി നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മൾ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും ഈ സംഭവം അവിടെ ഇരിക്കണ്ടാവും. ഇതിന് പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്പൈഡർ അവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിക്കും അല്ലെ. നമ്മൾ ശല്യപ്പെടുത്താനില്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിക്കും. ഈ പാറ്റ പറഞ്ഞ സാധനം, ഞങ്ങളുടെ നാട്ടിൽ പാറ്റ നമ്മൾ പറയും കോക്രോച്ച് ആണ് കേട്ടോ. ഇത് ഭയങ്കര വിഗ്രസ് ആണ്. വിഗ്രസ് എന്ന് പറയുന്നത് കുറച്ചേരം കഴിയുമ്പോ കൂറ, അത് തന്നെ ഷാഹിദ്, കോക്രോച്ചിനോ കൂറ, യെസ് കൂറ. ഇതെന്ത് ഇങ്ങനെ 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 ഓടിക്കൊണ്ടെടുക്കും, ഭയങ്കര വിഗ്രസിലെ ഓടിക്കൊണ്ടെടുക്കും. ഇതൊരു സ്ഥലത്ത് ഇരിക്കില്ല അല്ലെ. ഇത് സ്പൈഡർ ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ, എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. ഇതാണ് ഇങ്ങനെ 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 പിടച്ച് നടക്കും. ഇപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ സാധനത്തിനെ കയ്യിലെടുത്ത് ഡിസെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. ആ സമയത്ത് എന്തോരം പേടിച്ചെന്ന് അറിയോ. പിന്നെ ഞങ്ങളുടെ സുവോളജി ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പുള്ളിക്കാരുടെ ചീത്ത കേൾക്കണത് അതിലും പേടിയായതുകൊണ്ട് ഇതിനെ എടുത്ത് മറ്റേ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തി ഇതിനെ മുറിച്ചു ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ക്ലോറോഫോമിലിടും. ക്ലോറോഫോം മുക്കിയ ഒരു പഞ്ഞി നമ്മൾ ഒരു പാറ്റനെ കൊണ്ടുവരാനായിട്ട് ഒരു ചെപ്പിൽ പാറ്റനെ കൊണ്ടുവരും, ഒരു പ്ലാസ്റ്റിക് ബോട്ടില്. അതിന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. കാരണം അത് ചത്തുപോയാലോ അവിടെ എത്തുമ്പോഴത്തേക്കും. പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ അടച്ചു വെച്ചിട്ടുണ്ടാവും. ശ്വാസം വിടാൻ 2 ഓട്ടയൊക്കെ കുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ക്ലോറോഫോമിന്റെ പഞ്ഞി മുക്കിയിട്ട് അതിനുള്ളിലേക്ക് ഇടും ചെപ്പിൽ. എന്നിട്ട് 2 കുലുക്കും. അപ്പൊ അത് ബോധം കിടും. എന്നിട്ട് അതിനെ മുറിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഡിസെക്ഷൻ ഇല്ല. എന്തിനാണ് പാറ്റയുടെ ഡിസെക്ഷൻ എടുത്ത് കളഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം പാറ്റ പെട്ടെന്ന് ഓക്കെ, കോക്രോച്ച് അല്ല ഫ്രോഗ് ആണെങ്കിൽ ഫ്രോഗ് ഇല്ല, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അതിന്റെ ഡിസെക്ഷൻ എടുത്ത് കളഞ്ഞു. ഓക്കെ വേണ്ട, പാവം ഫ്രോഗ് വിട്ടേക്ക്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോക്രോച്ച് ആണെങ്കിൽ എന്തോരം ഉണ്ടാവുമെന്നറിയോ, അത് തീരില്ല അത്. എന്നിട്ടും അതിന്റെ ഡിസെക്ഷൻ എന്തിനാണ് എടുത്ത് കളഞ്ഞത് അറിയില്ല. ഓക്കെ, അത് പിന്നെ എന്റെ ബുദ്ധി അല്ലടാ, അത് ടീച്ചർ പറഞ്ഞെന്താ, ഞങ്ങളുടെ മാം അങ്ങനെ പറഞ്ഞത്. പിന്നെ ചിലർ സോപ്പും വെള്ളത്തിലിട്ട് അതിന് ബോധം കിടക്കുന്നുണ്ട്, എനിക്കറിയില്ല അത്. ഞാൻ ക്ലോറോഫോം, ഞങ്ങള് ഭയങ്കര ഹൈടെക് ആയിരുന്നു, ക്ലോറോഫോം മണപ്പിച്ച് കിടക്കായിരുന്നു. ഓക്കെ യെസ്, എന്നിട്ട് ഞങ്ങളോട് പറയും നിങ്ങൾ ആരും മണപ്പിക്കരുതെന്ന്. ഓക്കെ അടുത്തത് പറയുന്നത് ബയോമോളിക്യൂൾ ചാപ്റ്റർ ആണ്. നമ്മുടെ 9th ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്.
ഒരുപാട് ഇതുപോലെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് ബയോമോളിക്യൂൾസിൽ. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. എത്ര കോംപ്ലക്സ് ചാപ്റ്ററിനെയും ഞാൻ നല്ല സിമ്പിൾ ആക്കി നിങ്ങളുടെ കയ്യിൽ തന്നേക്കാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. ഞാൻ പറയുന്നത് മാത്രം പഠിച്ച് നല്ല കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അതിലാരും പേടിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ മിസ് കൂറ ഡോക്ടറെ കൂറ, ഞങ്ങളുടെ നാട്ടില് കൂറ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ എന്താ കൂറ എന്ന് പറയോ അലിൻ സാറേ? അതായത് നീ ഭയങ്കര കൂറയാ അങ്ങനെ പറയില്ലേ നമ്മള്? അലമ്പ അലമ്പ അലമ്പ, അതാണ് ഞങ്ങളുടെ നാട്ടില് കൂറ. ഫാറ്റില്ല, നമ്മള് വെറുതെ നീ കൂറയാ അങ്ങനെ പറയോ അല്ലെ? ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ഷാഹിദ് മാത്രമേ ചിരിക്കുന്നുള്ളൂ. ഷാഹിദ് ചിരിക്കുന്നുണ്ട്, ആരതി ചിരിക്കുന്നുണ്ട്, ആദ്യ ചിരിക്കുന്നുണ്ട്, വേറെ ആരും ചിരിക്കുന്നില്ലല്ലോ. അത്ര ബോറിംഗ് ആണ് എന്റെ. ഇനി കഷ്ടപ്പെട്ട് ചിരിച്ചു തരുന്നതാണ് ഇവര്. ഞാൻ എന്റെ വർത്താനം ആൽബി ചിരിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പൊ നമുക്ക് ബയോമോളിക്യൂൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോഴല്ല, അന്ന് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാണ്. ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതായത് നമ്മുടെ സൈക്കോളജി അല്ല, ഫിസിയോളജി പാർട്ടിലേക്ക് നമ്മൾ കിടക്കാണ്. ഓക്കെ, എന്താണെന്ന് അറിയില്ല, ഞാൻ എപ്പോഴും ഫിസിയോളജി സൈക്കോളജി പറയും. നിങ്ങൾ എന്നെ തിരുത്തിക്കോളൂ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഹ്യൂമൻ ഫിസിയോളജിക്ക് കിടക്കാണ്. നമുക്ക് ഡൈജഷന്റെ ചാപ്റ്റർ ഇല്ല ഞാൻ പറഞ്ഞു, ഡിലീറ്റഡ് ആണ്. നമ്മൾ നേരെ കിടക്കുന്നത് ലങ്സിലേക്കാണ്. ലങ്സ് ആണ്. ഈ ബ്രീതിങ് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ, ലങ്സ് ആണ്. നമ്മൾ പറയും കൊറോണ ഒക്കെ വന്നതിന് ശേഷം, വാക്സിൻ ഒക്കെ എടുത്തതിന് ശേഷം ലങ്സ് റിലേറ്റഡ് പ്രോബ്ലംസ് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? യെസ്, നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പൊതുവെ പക്ഷെ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ? യെസ്, കൊറോണ വാക്സിൻ ഒക്കെ എടുത്തതിന് ശേഷം, കൊറോണ വന്നതിന് ശേഷം നമുക്ക് റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റഡ് ഡിസീസസ്, അതായത് വലിയ ഡിസീസസ് ഒന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ആസ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ എൻവിയോൺമെന്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എൻവിയോൺമെന്റ് അല്ലെ? പിന്നെ എപ്പോഴും ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയും, ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എങ്ങനെ മനുഷ്യൻ ജീവിക്കും, എങ്ങനെ ആള് ജീവിക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഓരോ ജനറേഷനിലും ജനിക്കുന്ന കുട്ടികൾക്ക് ആ ജനറേഷന് അല്ലെങ്കിൽ അവിടുത്തെ ആ എൻവിയോൺമെന്റിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റീസ് ഉണ്ടാകും അല്ലേ? അല്ലെങ്കിൽ പിന്നെ മനുഷ്യരുണ്ടാവും ഇവിടെ. സി, ഞാൻ എൻ്റെ അമ്മയൊക്കെ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനൊക്കെ ഇപ്പൊ മൊത്തം ഇതായിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുൾ എന്താ പറയുക, പൊല്യൂട്ടഡ് ആണ്. സി, ഫുള്ളും ഒട്ടുമൊക്കെ പൊല്യൂട്ടഡ് ആണ്. പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പക്ഷെ എന്നിട്ടും അതിജീവിക്കുന്നില്ലേ നമ്മള്? അതായത് നമ്മൾ ആക്ച്വലി നമ്മുടെ ബോഡി അങ്ങനെയാണ്, ഹ്യൂമൻ ബോഡി അങ്ങനെയാണ്, അഡാപ്റ്റ് ചെയ്യും നമ്മൾ അഡാപ്റ്റബിലിറ്റി ഉണ്ട് നമുക്ക്. ഏത് സിറ്റുവേഷൻ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ പോരാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ, അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോകും അല്ലെ? അപ്പൊ ഇതില് കുറച്ച് നമ്മുടെ എങ്ങനെയാണ്, നമുക്ക് ഓരോ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. റെസ്പിറേഷനിൽ ഓരോ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. യെസ്, നമ്മുടെ ഇവിടെ വരുന്ന കാർട്ടിലേജസ്, ട്രക്കിയ, പിന്നെ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ വരുന്ന ബ്രോങ്കിയോൾസ്, പിന്നെ ബ്രോങ്കിയോൾസിന്റെ അറ്റത്തുള്ള ഈ മുന്തിരിക്കുല പോലെ കാണുന്ന ആൽവിയോളൈസിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിൽ കൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്, ആൻഡ് ഈ ആൽവിയോളയുടെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ആൽവിയോളയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സി, എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ടാണ് പാസ് ചെയ്യുന്നത് ബ്ലഡിലൂടെ, ഓക്സിജൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഫൈനലി റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ചിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഷാഹിദേ, ഈ ആനിമേഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് ആക്ച്വലി ഞാൻ ചെയ്തതല്ല കേട്ടോ, ഇത് ആനിമേറ്റർ ചെയ്തതാ. ഈ ആനിമേഷൻ ചെയ്തത് ഇവിടെ നമുക്ക് ആനിമേറ്റേഴ്സ് ടീം ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് ചാപ്റ്ററിലുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആനിമേറ്റേഴ്സ് ആണ്. അപ്പൊ അതിൽ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള സാർ ചെയ്തതാണ്. ഓക്കെ, യെസ്, പിന്നെ യെസ്, ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നുണ്ട്, റിബ് കേജിന്റെ ഒരു ആനിമേഷൻ ആണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ലോക്കോമോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ലോക്കോമോഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ നമ്മുടെ എൻ്റെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നത്. ഇത് ഞാൻ ഡയഫ്രം കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഓക്കെ, യെസ്, ഇനി നമ്മുടെ അടുത്തത് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ.
ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ആക്ച്വലി ഇത് എന്തായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. സെൽവം പറഞ്ഞേ, ഇത് എന്തായിട്ട് റിലേറ്റഡ് ആയിരിക്കും? സെൽവകുമാർ അല്ലേ? യെസ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ആരൊക്കെയായിരിക്കും? ബ്ലഡ്, പിന്നെ ലിംഫ് ഇല്ല. ബ്ലഡിന്റെ കൂടെ ഹീമോഗ്ലോബിൻ. പക്ഷെ ഹീമോഗ്ലോബിൻ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് എന്നൊന്നും പറയാനില്ല, ഒരു പ്രോട്ടീൻ. ഓക്കെ, യെസ്. വേറെ നമുക്ക് കുറച്ച് പാർട്ട് വരുന്നുണ്ട്, അസോസിയേറ്റഡ് പാർട്സ്. അതാരാ? അത് ആർക്കും പറയാൻ പറ്റും? വിസ്മയ പറഞ്ഞേ. ബ്ലഡ് എന്ന് പറഞ്ഞു, സെൽവം പറഞ്ഞു ബ്ലഡ് എന്ന് പറഞ്ഞു. ആൻഡ് വേറെ ഒരു ഭാഗം ഹാർട്ട് ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. വെരി ഗുഡ്. ബ്ലഡ് വെസൽസ് കേട്ടോ. ഓക്കെ, ഈ മൂന്നെണ്ണാണ് മെയിൻ ആയിട്ട് വരുന്നത്. ബ്ലഡ്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഹാർട്ട് ഞാൻ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? അപ്പുറത്ത് പറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഹാർട്ട്. എന്റെ ഹാർട്ടല്ല, ആരുടെ ഹാർട്ടാണ്. ഓക്കെ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് നെർവ് ഇല്ല. ഷാഹിദ്, നെർവിന് വേണ്ടി നമുക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം. ഓക്കെ, അടി കിട്ടുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നെർവസ് സിസ്റ്റത്തെ കുറിച്ചായിരുന്നു. ഓക്കെ, പ്ലാസ്മ ആരതി. പ്ലാസ്മ ആക്ച്വലി യെസ്, ബ്ലഡിന്റെ പോലെ തന്നെ പാരലലി ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് പ്ലാസ്മ. പക്ഷെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ 3 പേരാട്ടോ. ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്, 3 പേര്. ഹാർട്ടാണ് പമ്പ് ചെയ്യാനായിട്ടുള്ള ഓർഗൻ. ബ്ലഡ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ബ്ലഡ് വെസൽസ് ട്യൂബ്സ്, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കുഴലുകൾ. ഓക്കെ, യെസ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഹാർട്ടിന്റെ ചേംബേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ടിന് വാൽവ്സ് ഉണ്ട്, വാൽവ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്, നമ്മൾ അവിടെ ലങ്സ് റിലേറ്റഡ് ഡിസീസസ് കണ്ടു. അതുപോലെ ഇവിടെ ഹാർട്ട് റിലേറ്റഡ് ഡിസീസസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നിങ്ങൾ ഇ സി ജി കണ്ടിട്ടില്ലേ? നമ്മൾ TV-ലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പോണ സംഭവം. ECG ഇങ്ങനെ പോകുന്ന ഓരോ വേവ്സും എന്തിനാ ഡിനോട്ട് ചെയ്യണേന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഹാർട്ടിന്റെ സൗണ്ട് നിങ്ങൾക്കറിയോ? ഈ ഷാഹിദിന്റെ മുഖത്ത് എന്തോ ഒരു ഇത് വന്നു, എന്തോ പറയാനാണ്. ബിബിനെ ഹാർട്ടിന്റെ സൗണ്ട് അറിയോ? അതെന്ത് സൗണ്ടാ? ടക് ടക് എന്നാണ് ബിബിന്റെ ഹാർട്ട് സൗണ്ട് അടിക്കുന്നത്. ഷാഹിദിന്റെ ഹാർട്ടിന്റെ സൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഷാഹിദിന്റെ ഹാർട്ടിന്റെ സൗണ്ട്. അബ്ദുവിന്റെ ഹാർട്ട് എങ്ങനെയാ ബീറ്റ് ചെയ്യണേ? അബ്ദു, എന്താ പറയപ്പോ? എനിക്ക് അതിന് സൗണ്ട് ഒന്നും പറയാൻ അറിയില്ല കേട്ടോ മാം. മര്യാദക്കുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണം. ഓക്കെ, എങ്ങനെയായിരിക്കും അബ്ദു? ഡോറില് തട്ടുന്ന സൗണ്ടാണ് അബ്ദുവിന്റെ ഹാർട്ട്. ഇനി വിസ്മയുടെ ഹാർട്ട് എങ്ങനെയാ? ടിക് ടിക് ആണ്. ടക് ടക്ക് വന്നു, ടിക് ടിക്ക് വന്നു, ഡോറിൽ മുട്ടണത് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഹാർട്ടിന്റെ സൗണ്ട് ഞാൻ എഴുതാം. സർ, അടുത്ത ആളെ വിളിച്ചോ. ആരതി. ഹലോ ആരതി. ആരതിയുടെ ഹാർട്ടിന്റെ സൗണ്ട് എങ്ങനെയാ? ഡം ഡം. ഓക്കെ, ഇനി അടുത്ത ആളെ വിളിച്ചോ സർ. ആദിയ. ഹലോ ആദിയ. ആദിയുടെ ഹാർട്ട് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേ? DJ പോലെയാണ്. മൈ ഗോഡ്, ഹാർട്ട് അവിടെ DJ വെച്ചിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കാൻ പോകുന്നത്.
ഓക്കെ, ഇനി ബിബിയുടെ സൗണ്ട് പറഞ്ഞില്ലേ, ടക് ടക് ആയിരുന്നു. ആൻഡ് ആൽവി ശബ്ദമില്ല. നോ സൗണ്ട്. ആ ഹാർട്ട് അവിടെ ഉണ്ടോ ബിബി? ഒന്ന് തൊട്ട് നോക്കിയേ. അത് വർക്കിംഗ്. കലാകാരനാ, റിതമിക് സൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെൽവ എന്താ? ഡബ് ഡബ്. ഓക്കെ, ദെൻ ഇനി ആരെ വിളിക്കാനുള്ളത് സാർ? അഭിനി. അഭിനിയുടെയോ? ടിക് ടിക്. ഈ അഭിനിക്കും വിസ്മയിക്കും ടിക് ടിക് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, നിങ്ങളുടെയൊക്കെ ഹാർട്ടിന്റെ സൗണ്ട് ഇവിടെ കാണുന്നത്. ഷാഹിദിന്റെ എനിക്ക് വായിക്കാൻ തന്നെ അറിയില്ല, ബ്ര എന്ന് പറഞ്ഞിട്ട് പോണ്ട്. പിന്നെ ടക് ടക് ടിക് ടിക് ഡോർ സൗണ്ട്, ഡം ഡം ഡിജെ സൗണ്ടേ ഇല്ല പാവം. പക്ഷെ എന്നിട്ട് ഋതമാന്ന് പറഞ്ഞു, വളരെ താളാത്മകമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഡബ് ഡബ്, ടിക് ടിക്. ഗൈസ്, നല്ലൊരു റിതമിക് ആയിട്ടുള്ള ഒരു സൗണ്ട് നിങ്ങളുടെ ഹാർട്ടിനുണ്ട്. ലബ് ഡബ് എന്നാണ് ഹാർട്ട് സൗണ്ട്. ഓക്കെ, ലബ് ആൻഡ് ഡബ്. ഓക്കെ, ഇതിൽ നമ്മുടെ സെൽവ പറഞ്ഞതിൽ രണ്ടാമത്തെ സൗണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് ലബ് ഡബ്, ലബ് ഡബ്, ലബ് ഡബ്, അങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നല്ല റിതമിക് ആയിട്ടാണ്. ഇതിന്റെ ഫ്ലോർ മെഷീൻ സൗണ്ട് പറയുന്നേ ആണോ? ഇങ്ങനെയാണോ ഫ്ലോർ മെഷീന്റെ സൗണ്ട് പറയുന്നത്? ആണോ ഷാഹിദ്? ഓക്കെ, യെസ്, നിങ്ങൾ തന്നെ പറഞ്ഞ സൗണ്ടാ, എന്റെ സൗണ്ട് ഒന്നുമല്ല. എന്റെ ഹാർട്ട് ലബ് ഡബിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ നല്ല റിതമിക് ആണ്. ഹാർട്ട് സൗണ്ട് ഇസ് റിതം, ലൈക്ക് റിതം. നമ്മുടെ ആൽബി പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഹാർട്ടിന്റെ കൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ചാപ്റ്റർ. എന്റെ ഹാർട്ട് ഇമ്പോർട്ട് ആയതുകൊണ്ട് സൗണ്ട് വേറെയാണ്. നീ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു ഹാർട്ടിനെ? ഹാർട്ട് എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു? സത്യം പറ, ആരുടെ ഹാർട്ടാണ് നീ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്? ആരുടെ? ഷാഹിദെ മുഖം പൊത്തിയെന്ന് ചിരിക്കുന്നുണ്ട്. ഭയങ്കര ശരി. എന്തോ ഒരു കളത്തിലുണ്ട് അവിടെ. ഹാർട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചൊക്കെയാണ് കൊച്ചു കള്ളൻ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. ലബ്. ആരതി? ലബ്. ഈ ലബ് അല്ല, LUB ലബ്. ഓക്കെ, ഹാർട്ടിന്റെ സൗണ്ട് യെസ് ലബ് എന്ന് പറഞ്ഞ സൗണ്ടിലാണ്. ഫസ്റ്റ് സൗണ്ട് അതാണ് ലബ്. ആൻഡ് ദ സെക്കൻഡ് സൗണ്ട് ഡബ്. ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിന്റെ സൗണ്ട് വരുന്നത്. ലബ് ഡബ്, ലബ് ഡബ്, അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുള്ള ക്വസ്റ്റ്യനോ ഗൈസ്? ലബ് ഡബ്. ഓക്കെ, നിങ്ങളോട് ചോദിക്കും ഹാർട്ട് സൗണ്ട്സ് ഏതാണ്. യു ഹാവ് ടു റൈറ്റ് ഫസ്റ്റ് സൗണ്ട് ലബ് സൗണ്ട്, സെക്കൻഡ് സൗണ്ട് ഡബ് സൗണ്ട്. ഓക്കെ, എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? യാ. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. നമുക്ക് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നി ആണ്. ഓക്കെ, നമ്മുടെ കിഡ്നി എവിടെ ഇരിക്കുന്നത് കിഡ്നി? എവിടെയാ അബ്ദു കിഡ്നി ഇരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ അബ്ദു എനിക്ക്. കിഡ്നി എവിടെയാ പ്ലേസ് ചെയ്തിരിക്കണേ? ലങ്സിന്റെ അടിയില്. ഏത് ഭാഗത്തായിട്ട് വരും? ഡയഫ്രത്തിന്റെ അടിയില്. ഡയഫ്രത്തിന്റെ തൊട്ടടിയിലാണോ അത് കുറെ താഴത്താണോ? തൊട്ടടിയിലാണല്ലേ. അപ്പൊ ഇൻഡസ്റ്റൈൻ ഒക്കെ എവിടെ ഇരിക്കണേ? അപ്പൊ കിഡ്നിയോ? കുറച്ച് താഴെ. ഇൻഡസ്റ്റൈൻ തൊട്ടടിയില്, കിഡ്നി അതിന് കുറച്ച് താഴെ. ഓക്കെ, ആൽബി കണ്ടിട്ട് ചിരിച്ചിട്ട് പാടില്ല. അപ്പൊ ആൽബിയോട് ചോദിക്കാം, നമുക്ക് ആൽബി കറക്റ്റ് ആയിട്ട് പറയും.
പറഞ്ഞോളൂ ആൽബി. എവിടെ? മുകളിലോ? എവിടെ? മുകളിലാണോ? അല്ലല്ല, ബാക്കില്. ബാക്കിലാണ് കിഡ്നി. ബാക്കിൽ എവിടെ? ബാക്കില് കുറച്ച് താഴെ. ബാക്കില് കുറച്ച് താഴെയായിട്ട്. ഓക്കെ, യെസ്. ഓക്കെ ആൽബി, ആൽബി പറഞ്ഞത് കറക്റ്റ് ആണ്. കുറച്ച് ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ കിഡ്നി ഇരിക്കുന്നത്. നമ്മുടെ പെൽവിക് റീജിയനിലാണ് കിഡ്നി ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, പെൽവിക് റീജിയനിലായിരിക്കുന്നത് കുറച്ച് താഴെയായിട്ട്, നമ്മുടെ ഇടുപ്പിന്റെ അവിടെ എന്നൊക്കെ പറയും. ഇത്തിരി ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളല്ലേ ഇവിടെ അട്ടല്, അതിന്റെ 2 സൈഡിലായിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ കിഡ്നി ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പെയർ ഓഫ് കിഡ്നി ഉണ്ട്. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ഇതിനകത്ത് കിഡ്നിയുടെ പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നെഫ്രോൺസ് ആൻഡ് ഈ നെഫ്രോൺസിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, നമ്മുടെ എങ്ങനെയാണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? യൂറിൻ ഫോമിലാണ് അല്ലെ. യെസ്, യൂറിൻ ഫോമിലാണ് കിഡ്നിയിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കാനും പ്രോപ്പർ ടൈമിങ്ങിൽ യൂറിനേറ്റ് ചെയ്യാനൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് സ്കൂൾ ടൈമിങ്ങിൽ വരെ നിങ്ങൾക്ക് 2 times നിങ്ങൾക്ക് സ്മോൾ ഇന്റർവെൽസ് തരുന്നതും നൂൺ ടൈമിൽ ഒരു ½ an hour ലഞ്ച് ബ്രേക്ക് ഒക്കെ തരുന്നതും കറക്റ്റ് ആയ ടൈമിൽ വാഷ്റൂമിലൊക്കെ വിടുന്നത് എന്തുകൊണ്ടാണ്? അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആരും തന്നെ യൂറിൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അത് യൂറിൻ ഇൻഫെക്ഷൻസിന് കാരണമാവും ആൻഡ് യൂറിനറി ട്രാക്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസസിന് കാരണമാവും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസിന് കാരണമാവും. ഓക്കെ, അപ്പോൾ കിഡ്നി നമ്മുടെ ബോഡിയിലെ കിഡ്നി മാക്സിമം ഒക്കെ കിഡ്നി നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഫിൽട്ടർ ചെയ്ത്, ബ്ലഡിലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഫിൽട്ടർ ചെയ്തിട്ടാണ് കിഡ്നി കളയുന്നത്. ആൻഡ് യൂറിയയുടെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? യൂറിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ആ യൂറിയയുടെ കളറാണ് ഈ ഒരു പീൽ യെല്ലോ കളർ നമ്മുടെ യൂറിന് വരാനുള്ള കാരണം. ഓക്കെ, നമ്മുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ യൂറിയ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോ അതിനെ കുറിച്ചും എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്? യൂറിൻ ഫോം ചെയ്യുന്നത് 2-3 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഗൈസ്. നമ്മുടെ ഷാഹിദ് ഇപ്പോഴും ലബ്ഡബിൽ നിൽക്കാണ്. ആ കോഡ് കിട്ടിയൊരു കോഡ് അത്ര, ലബ്ഡബ് എന്ന് പറഞ്ഞൊരു കോഡാണ്, ലവ് ഡവ്. ആ കോഡിലാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഷാഹിദിന്റെ ഹാർട്ട് ഇമ്പോർട്ടഡ് ആണ്. ഷാഹിദിന് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളികൾ മണക്കുന്നുണ്ട് നമ്മള്. ഷാഹിദെ +1 +2 ആണ്. നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ച ഈ ചിരി +2 ഇവിടെ ഇറങ്ങുമ്പോഴും കാണും. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ട് ചെയ്ത ഹാർട്ടിന്റെയും ഈ പറഞ്ഞ ലവ് ഡവിന്റെ ഒക്കെ പുറകെ പോവാൻ നിൽക്കരുത്. നമുക്ക് എഡ്യൂക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഒബ്വിയസ്ലി ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളുടെ പാരൻസ് എത്ര പറഞ്ഞാലും അത് ഉണ്ടാകും. ഓക്കെ, അതും വേണം. പ്രൈമറി ഇമ്പോർട്ടൻസ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കണം അല്ലേ. നമുക്ക് പഠിച്ച് നമുക്കൊരു ജോലി വേണം, നമ്മൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം അല്ലേ. ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ ഹോർമോൺ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി അതായിരിക്കാം. നിങ്ങൾ കൂടുതൽ ഫോക്കസ് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ എടുക്കണം +1 എക്സാം, +2 എക്സാം, നമ്മുടെ ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചർ. ഓക്കെ, യെസ്. ഷാഹിദെ വിഷമിക്കണ്ട, ഞാൻ നിന്നെ തളർത്തിയതല്ല, എനിക്കൊരു മോട്ടിവേഷൻ തന്നോ. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് നമ്മുടെ അടുത്ത ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു സ്കെലറ്റൽ സിസ്റ്റം. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ ബോഡിയിൽ എത്ര എല്ലുകളുണ്ട്, എത്രത്തോളം ബോൺസ് ഉണ്ട്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, അധികം മാർക്കിന് ചോദിക്കാത്ത ചാപ്റ്റർ ആണ്. പിന്നെ നമ്മൾ മസിൽസ്, പിന്നെ നമ്മൾ മസിലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസസ് കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിലാണ് കേട്ടോ പഠിക്കുന്നത്. ആൻഡ് അവർ ഫൈനൽ ചാപ്റ്റർ ഇതാണ്. നമ്മുടെ ഫൈനൽ ചാപ്റ്റർ ഇതല്ല, ഒരെണ്ണം കൂടി ഉണ്ട്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇതിൽ നിങ്ങൾ ന്യൂറോൺസിനെ കുറിച്ച് പഠിക്കുന്നു, നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നു, ബ്രെയിനെ കുറിച്ച് പഠിക്കുന്നു. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അതിന്റെ ഒരു ഇലാബറേറ്റഡ് ഫോം ആണിത്. പിന്നെ ന്യൂറൽ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ് കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ,
യെസ്, സിമ്പിൾ ആണ്. നെഫ്രോണിന്റെ സ്ട്രക്ചർ, പിന്നെ സിനാപ്സ്, നെർവ് ഇമ്പൾസിന്റെ കണ്ടക്ഷൻ എങ്ങനെയാണ്, ആ കാര്യം, ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, നിങ്ങൾ 10ൽ പഠിച്ചതിന്റെ ഒക്കെ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് കേട്ടോ ഇവിടെ വരുന്നത്, വേറെ ഒന്നുമല്ല. ഫൈനൽ ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഇത് 10th തന്നെ നിങ്ങൾ 3rd ചാപ്റ്ററില്ലേ, ഹോർമോൺസിന്റെ ഒക്കെ ചാപ്റ്ററില്ലേ, ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, എൻഡോക്രൈൻ സിസ്റ്റംസ്, ഫുള്ള് ഹോർമോൺസ് വരുന്നത്. നമ്മുടെ ബോഡിയിൽ ഏതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, അല്ല ഏതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ്, ഇത് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. വാട്ട് ഈസ് സുവോളജി എന്താണ്. ഓക്കെ, സുവോളജി മീൻസ് എന്താണ്, മെയിൻലി ഫോർ ആനിമൽ സ്റ്റഡീസ് ആണ് സുവോളജിയിൽ വരുന്നത്. ആൻഡ് ബോട്ടണി എന്ന് പറയുന്നത് പ്ലാന്റ് സ്റ്റഡീസ് ആണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഓക്കെ, നമുക്ക് ഫിസിയോളജി കാണുന്നുണ്ട്, അനാറ്റമി ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ആൻഡ് സുവോളജി ഈസ് ഡീലിംഗ് വിത്ത് ആനിമൽസ്. ഓക്കെ, ഇൻക്ലൂഡഡ് ഹ്യൂമൻ ബീങ് ആണ് നമ്മൾ സുവോളജിയിൽ പഠിക്കുന്നത്. ഓക്കെ, ബോട്ടണി ആണെങ്കിൽ ഇറ്റ്സ് ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്. ഇവിടെ നമുക്ക് ആനിമൽ കിങ്ഡം ഉള്ള പോലെ തന്നെ ബോട്ടണിയിൽ പ്ലാന്റ് കിങ്ഡം ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ക്ലാസ്സസ്, ഫൈലം, അതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്ത് തോന്നി സാർ? ഓരോരുത്തരും വിളിച്ചിട്ട് ചോദിച്ചാലോ നമുക്ക്? സാർ റാൻഡായിട്ട് വിളിച്ചോളൂ. മൊയ്ൻ ഇത്ര നേരം ക്യാമറ ഓൺ ചെയ്തില്ല. വാട്ട് ഹാപ്പൻ മൊയ്ൻ? നമ്മൾ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു മൊയ്ൻ്റെ പേര്. ഓക്കെ സാർ, വേറെ ഒരാളെ വിളിച്ചോളൂ. അഭിനി സർ, വേറെ ആൾ വിളിച്ചോ? ആൽബി. യെസ്, പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ദെൻ എനിക്ക് സയൻസ്, ബയോളജി ബയോളജി ഇഷ്ടം. ദെൻ അതുകൊണ്ട് ഇഷ്ടായി. ഇനി കൂടുതൽ പോകുമ്പോ നമുക്ക് അറിയാം എങ്ങനെയാന്നുള്ളത് അല്ലേ? ഓക്കെ, എന്തായാലും ബയോളജി എടുത്തു ഞാൻ. ആൻഡ് ഇനി എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. നാണായി ആൽബിനൻ. ഇനി എന്നെ നന്നായി പുകഴ്ത്തി പറഞ്ഞു നോക്കാം. ഇത് തുടക്കമല്ലേ? തുടക്കാണ്. ഇനി മാമിന്റെ മുഖം മാറുമെന്ന് എനിക്കറിയില്ല. ഇത് തുടക്കാണ്. ഇങ്ങനെ നിന്നാ കൊള്ളാം. ഇനി അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല പെരുമാറുന്നത്. അങ്ങനെയാണ് ആൽബി. അല്ല, കുഴപ്പമില്ല. അല്ല, പഠിപ്പിക്കുന്നു. മാം എന്നെ ധർമ്മസങ്കടത്തിലാക്കി അല്ലേ ആൽബി? ആൽബിക്ക് ചിരിച്ചിട്ട് പറയാൻ വയ്യ. ഓക്കെ, ഇനി അടുത്ത ആളെ വിളിച്ചോ സാർ? ഓക്കെ ആൽബി, ചിരിച്ച് ഇതാക്കണ്ട. അടുത്ത ആളെ വിളിച്ചോ? ആദ്യ പറഞ്ഞ ആദ്യ. ഹായ് ആദ്യ. എന്താ പറയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? സുവോളജി ചാപ്റ്റേഴ്സ് ഇഷ്ടപ്പെട്ടോ? ആൻഡ് എന്റെ വാചകടി കൂടുതലായിരുന്നു, കുറവായിരുന്നു, ഇനി കൂട്ടണോ കുറയ്ക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? പിന്നെ എനിക്ക് ബയോളജി ഇഷ്ടമായതുകൊണ്ട് ഇതിനോട് വളരെ ഇൻട്രസ്റ്റ്. എനിക്ക് ബയോളജി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതൊക്കെ സഹിച്ചു പോകുന്നു അല്ലേ? അല്ല, അങ്ങനല്ല, എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഇങ്ങനെ തന്നെ ക്ലാസ് പോയാൽ മതി അല്ലേ? ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ബയോളജി. എന്നാലും SLC A+ ആണ്. അപ്പൊ നമുക്ക് ഷാഹിദിനെ വിളിക്കാം. ഷാഹിദിനെ വിളിച്ചോളൂ. യെസ് ഷാഹിദ് പറഞ്ഞോളൂ.
നിങ്ങൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചർ വെച്ചിട്ടാ ആ നല്ലോണം നോക്കണ കുറച്ച് നോക്കണോ? നല്ലോണം നോക്കിക്കോ. നല്ല അടിപൊളി ദിവസമായിരുന്നു. നല്ല അടിപൊളി നല്ല വിശദീകരിച്ച് നല്ല പെർഫെക്റ്റ് വിശദീകരിച്ച് തന്നു. ഓക്കെ, ബാക്കി ബാക്കി അടുത്തുള്ള അറിയാം. ഇതാണ് നല്ലോണം ബുക്ക് ചെയ്തത്. ഞാൻ വെച്ച് കുറച്ചധികം പ്രതീക്ഷിച്ചു ഞാൻ. ഓക്കെ, ഇനി ആരതിയോട് ചോദിക്കാം. ആരതി പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ ആരതി. താങ്ക് യു. എന്റെ ബയോളജി അത് വലിയ ഇഷ്ടമാണ്. ചാപ്റ്റേഴ്സ് ഒക്കെ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് തോന്നി. ടെക്സ്റ്റ് ഒന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പഠിച്ചു മരിക്കാനല്ലേ. അങ്ങനെയല്ല, 10 ടെക്സ്റ്റ് പോലെ ഉണ്ടല്ലോ, പ്ലസ് ഡീറ്റെയിൽ അല്ലേ. ഓക്കെ, ഡീറ്റെയിൽ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ടേംസ് പഠിക്കാനായിരിക്കും. ടേംസ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ടേംസ് ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ, അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്, വളരെ ഈസിയാണ് ബയോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ, അടുത്ത ആൾ വിളിച്ചോളൂ. നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സിന്റെ കോക്രോച്ച് കഥയിൽ എല്ലാവരും വീണു. ആണോ? എല്ലാവരും വീണോ എന്റെ കോക്രോച്ച് കഥയില്? ഹായ് ബിബിൻ. ഹായ് ബിബിൻ, പറഞ്ഞോളൂ. ക്ലാസ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലാസ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബയോളജി എളുപ്പം തോന്നുന്നു. ബയോളജി എളുപ്പം തോന്നുന്നു. ബയോളജി എളുപ്പമാക്കി തരും ഞാൻ, ഡോണ്ട് വറി. പക്ഷെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളും കൂടി എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. നമുക്ക് രണ്ടുപേർക്കും പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാം. ഇവിടുന്ന് അങ്ങോട്ട് അല്ലേ. ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങളത് പഠിച്ചിട്ട് വരുന്നു. വെരി സിമ്പിൾ അല്ലേ? ഇത്ര സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ബയോളജി ഡീൽ ചെയ്യാൻ പറ്റും? ഓക്കെ, പിന്നെ എനിക്ക് ഏക ആശ്വാസം ഇവിടെ എടുക്കുന്ന എല്ലാവർക്കും ബയോളജി ഇഷ്ടമാണല്ലോ എന്നാണ്. പല പല കാര്യങ്ങളിലും എനിക്ക് ബയോളജിക്ക് ഇഷ്ടം ആവാറില്ല. ഓക്കെ, യെസ്. ആൻഡ് കോക്രോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കോക്രോച്ച് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിന് ഭയങ്കര അഡാപ്റ്റ് ചെയ്യും അത് പെട്ടെന്ന് സിറ്റുവേഷൻസിനോട്. നമ്മൾ മറ്റേ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ഇട്ടിട്ട് ഫുള്ള് അവിടെ ഇല്ലാണ്ടായി അല്ലേ. അതെ, വെരി വെരി സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഫുള്ള് അവിടുത്തെ ജീവനും അവിടുത്തെ ഒരു പച്ചില പോലും ഇല്ലാണ്ട് കുറേ നാൾ അവിടെ ഇങ്ങനെ കിടന്നു, ഡ്രൈ ലാൻഡായിട്ട്. അപ്പോഴും അവിടെ ഫസ്റ്റ് എമർജ് ചെയ്ത് വന്ന ഇൻസെക്റ്റ് എന്ന് പറയുന്നത് കോക്രോച്ച് ആയിരുന്നു. അത്രയും അഡാപ്റ്റബിലിറ്റി എന്താ ഉള്ള ഒരു ഇൻസെക്റ്റ് ആണ് കോക്രോച്ച് എന്ന് പറയുന്നത്. ഇൻസെക്റ്റിൽ വരുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു അറിവും കൂടി തരാം. നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമാണോ? പ്രോൺ, ചെമ്മീൻ കഴിക്കാൻ ഇഷ്ടമാണോ? നല്ല ഫ്രൈ ചെയ്ത് നല്ല എന്താ പറയുക, ഉണക്ക ചെമ്മീനാണെങ്കിലും പച്ച ചെമ്മീനാണെങ്കിലും നല്ല രസമാണ് അല്ലേ. പച്ച ചെമ്മീൻ തന്നെയല്ലേ സാർ പറയോ? ഉണക്ക ചെമ്മീനും പച്ച ചെമ്മീനല്ലേ പറയോ? പ്രോൺ ഡിഷസ് നല്ല ഫ്രൈ ചെയ്ത്, ഇപ്പോൾ ഉണക്ക ചെമ്മീനാണെങ്കിൽ നല്ല ചമ്മന്തിയൊക്കെ അരച്ച്. സാർ ഒരു സ്റ്റക്കാണ് അല്ലേ? അല്ല. ഓക്കെ, യെസ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ. ഈ പ്രോണും ഈ കോക്രോച്ചും ഒരേ വിഭാഗക്കാരാ ഗൈസ്. നിങ്ങൾക്കറിയോ? ചെമ്മീൻ ഒരു മീനല്ല, അത് ഈ കോക്രോച്ചിന്റെ കൂട്ടുകാരനാ, കോക്രോച്ചിന്റെ ക്ലാസ്സിൽ വരുന്നതിനാ. അറിയോ നിങ്ങൾക്ക്? ഇത് വല്ലതും അറിയായിരുന്നോ? അറിയായിരുന്നോ? നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ? അത് ഞാൻ +1 വെച്ചാട്ടാ അറിഞ്ഞത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് നന്നായി. ഓക്കെ, എനിക്ക് കോക്രോച്ചിന് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ചൈന ഡിഷസിലൊക്കെ കോക്രോച്ച് ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ സർ. തായ്ലാൻഡിലൊക്കെ കോക്രോച്ച് ഫ്രൈ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ ഇവിടുന്ന് പോകുന്നവരൊക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്.
പക്ഷെ അതെങ്ങനെ പറ്റണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അതെങ്ങനെ പറ്റുന്നു അറിയില്ല. ഓക്കെ ഗൈസ്, സോ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ബൈ ബൈ, സി യു. ഇന്ന് നിങ്ങൾക്ക് എക്സാം ഇല്ല, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. ബൈ ബൈ, സി യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ലിവിംഗ് വേൾഡ് ആയിട്ട് കാണാം. ബൈ ബൈ, സി യു, ലവ് യു, ഗുഡ് നൈറ്റ്.